കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ കൂട്ടത്തിൽ ഭൂരിഭാഗം പേർക്കും സ്വാമിജിയെ അടുത്ത് പരിചയം ഉണ്ടാവും, പല പരിപാടികളിലും സംബന്ധിച്ചിട്ടുണ്ടാവും. ചിലരെങ്കിലും അത്ര പരിചയപ്പെട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി മാത്രം പറയുകയാണ്. സ്വാമിജി പാലക്കാട് കേന്ദ്രമായിട്ടാണ് വളരെ വ്യാപകമായി ശാസ്ത്ര പ്രചരണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് സ്വാമി ദയാനന്ദ ആശ്രമം ഓലശ്ശേരി എന്നുള്ള സ്ഥലത്താണ്. പാലക്കാട് തന്നെയാണ്, ടൗണിൽ തന്നെ കുറച്ച് ദൂരേ ഉള്ളൂ. വളരെ വ്യാപകമായി വേദാന്ത പ്രചരണ പ്രവർത്തനം ചെയ്തു വരുന്നു. പരമപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ അരികിൽ നിന്നാണ് സന്യാസം. ദീർഘകാലമായി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും പ്രത്യേകം എടുത്തു പറയാൻ തോന്നുന്നത് വളരെ വിഷമകരമായൊരു സാഹചര്യം COVID-19 ബാധയെ തുടർന്ന് സമൂഹത്തിലുണ്ടായ സമയത്ത് ദിവസവും 5 അതിലധികവും ക്ലാസ്സുകൾ, അത് പുരാണമുണ്ട്, ഉപനിഷത്തുണ്ട്, പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്, ഇതിഹാസമുണ്ട്, വ്യത്യസ്ത വിഷയങ്ങൾ ഒരു മുടക്കവും ഇല്ലാതെ, അതാണ് ഒരു മുടക്കവും ഇല്ലാതെ ഓൺലൈൻ മാധ്യമത്തിലൂടെ 10,000-കണക്കിന് പേരിലേക്ക് സ്വാമിജി എത്തിച്ചു. അത് വലിയൊരു, നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് മുടങ്ങാണ്ട് ഇത്രയ്ക്കധികം ഒരു ദിവസം ചെയ്യണത്. ഞങ്ങൾ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെ, ശങ്കരസ്തോത്രങ്ങൾ, ശങ്കരസ്തോത്ര കൃതികൾ, ഇതെല്ലാം അത് എക്കാലത്തേക്കും ഇൻ്റർനെറ്റ് മാധ്യമത്തിൽ അവിടെ കിടക്കുകയും ചെയ്യും. അതുപോലെ ഈ അടുത്ത കാലത്ത് സൗന്ദര്യലഹരി പഠനങ്ങൾ, അതിൻ്റെ ഒരു അഭിയാനം കേരളത്തിൽ പൂജ്യ ശങ്കരഭാരതി സ്വാമികളുടെ ഒരു നിർദ്ദേശമനുസരിച്ച് ആരംഭിച്ചപ്പോൾ അതിൽ സൗന്ദര്യലഹരി പഠിപ്പിക്കുന്ന വിഷയത്തിൽ സ്വാമിജി വലിയ യോഗദാനമാണ് ചെയ്തത്. അതുപോലെ ആവശ്യമുള്ള എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. സ്വാമിജി ഇവിടെ സ്വാഗതം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അതിന് പുറപ്പെടണമില്ല. കാരണം ഈ ആശ്രമത്തിൽ തന്നെ അത്രയും എല്ലാ കാര്യപരിപാടികളിലും ഒന്നിച്ച് ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് സ്വാഗതമൊന്നുമില്ല. ആർക്കെങ്കിലും സ്വാമിജിയെക്കുറിച്ച് അത്ര അങ്ങോട്ട് അറിയാത്തൊരു കൂട്ടത്തിലുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് മാത്രം പറഞ്ഞതാണ്. വളരെ വളരെ സന്തോഷം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. ഇതുപോലെയുള്ള ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് ഈ കിട്ടുന്നതായിട്ടുള്ള അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആദ്യം അത് നമ്മുടെ ഉള്ളിലൂടെ പോകട്ടെ ഗീത, അല്ലേ? ചിന്മയാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, പണ്ട് ഏതൊരു വലിയൊരു പണ്ഡിതൻ ചിന്മയാനന്ദ സ്വാമിയോട് പറഞ്ഞു ഉത്രേ, ഐ ഹാവ് ഗോൺ ത്രൂ മെനി ഗീത കമൻറ്ററീസ് എന്ന്. അപ്പോൾ സ്വാമിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗീത ഷുഡ് ഗോ ത്രൂ യു എന്ന്. നീ ഗീതയിലൂടെ പോയിട്ട് കാര്യമില്ല, ഗീത നിന്നിലൂടെ പോകട്ടെ, ഗീത നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ ചിന്ത മുഴുവൻ ആ ഗീതാ ബേസ്ഡായി മാറണം. ഗീത നമ്മുടെ ചിന്തകളെ അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ കരചരണങ്ങളിലൂടെയൊക്കെ ആ ഗീത നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ജീവിതം, അതുതന്നെയാണ് കർമ്മയോഗമെന്നോ ധർമ്മമെന്നോ പല ഭാഷകളിൽ പലത് പറയുന്നത്. യജ്ഞകർമ്മമെന്ന് പറയാം, ഈശ്വര ആരാധനയെന്ന് പറയാം, ഭാഗവത ധർമ്മം എന്ന് ഭാഗവതം പറയും, അല്ലേ? ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, കർമ്മയോഗത്തെ തന്നെയാണ്. ഭഗവത് ഭക്തിയോടുകൂടി നമ്മുടെ കർമ്മങ്ങളെയെല്ലാം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. ഞാൻ ചെയ്യുന്നത് ഏതാണെങ്കിലും, ആർക്കു വേണ്ടി ചെയ്യുന്നതാണെങ്കിലും, എൻ്റെ കർമ്മങ്ങളെ ഞാൻ നാരായണനായി, പരനായ നാരായണനായി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തിനായിക്കൊണ്ട്. ഭഗവാൻ ഗീത 18-ാം അധ്യായത്തിൽ അതിമനോഹരമായിട്ട് 46-ാം ശ്ലോകത്തിൽ പറയും, കർമ്മയോഗത്തെ മുഴുവൻ സംഗ്രഹിച്ചിട്ട്, യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഇത് കർമ്മയോഗത്തിൻ്റെ സാരമാണ്. യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം. ഏതൊന്നിൽ നിന്നാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി? പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ ഉൽപ്പത്തി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ യതഃ ഫ്രം വെയർ, ഫ്രം വിച്ച്, ഫ്രം വാട്ട് എന്നൊക്കെ അർത്ഥം. ഫ്രം ഹൂം എന്ന് വേണമെങ്കിൽ പറയാം. യതഃ ആരിൽ നിന്നാണോ, എന്തിൽ നിന്നാണോ
ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി. അതാണ് പ്രവൃത്തി. യതഃ പ്രവൃത്തിർ ഭൂതാനാം ഏന സർവമിതം തതം. ഇതം സർവം ഏന തതം. ഈ കാണുന്നതെല്ലാം യാതൊന്നിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, യാതൊന്നിനാൽ നിറയപ്പെട്ടിരിക്കുന്നുവോ, യാതൊന്നിനാലാണോ നിലനിർത്തപ്പെടുന്നത്? ദാറ്റ് വിച്ച് സസ്റ്റെയിൻസ് ദ ഹോൾ യൂണിവേഴ്സ്. ഏന സർവമിതം തതം സ്വകർമ്മണ തം അഭ്യർച്ച്യ. ഓരോരുത്തരും അവനവൻ്റെ കർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്നത് ഏത് രംഗത്താണെങ്കിലും ആയിക്കോട്ടെ, ഒരു തൂപ്പുകാരൻ അയാളുടെ പ്രവൃത്തി ആയിക്കോട്ടെ, ഒരു കാർപ്പൻ്റർ അയാളുടെ പ്രവൃത്തി ആയിക്കോട്ടെ, ഒരു ടീച്ചർ അയാളുടെ പ്രവൃത്തി ആയിക്കോട്ടെ, ഒരു കർഷകൻ അയാളുടെ പ്രവൃത്തി ആയിക്കോട്ടെ, ഒരു ഡോക്ടർ അയാളുടെ പ്രവൃത്തി ആയിക്കോട്ടെ, ആരെന്ത് ചെയ്യുന്നതാണെങ്കിലും സ്വകർമ്മണ തം അഭ്യർച്ച്യ. അപ്പോൾ എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വന്നത്, ഏതൊന്നിനാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിർത്തപ്പെടുന്നത്, ആ സത്യത്തെ അറിഞ്ഞ് നമ്മുടെ ജീവിതം കമ്മിറ്റഡ് ആയിരിക്കണം. ആ ശക്തിയോട്, ആ ചൈതന്യത്തോട്, ആ പരമസത്യത്തോട് കമ്മിറ്റഡ് ആയിരിക്കണം. സ്വകർമ്മണ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ആ മാനവൻ സിദ്ധിം വിന്ദതി. അതിന് ആ സിദ്ധിക്ക് ഒരുപാട് അർത്ഥങ്ങൾ പറയാം. ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മുടെ യോഗ്യത തന്നെയാണ്. അന്ധക്കരണ ശുദ്ധിയാകുന്ന ആ യോഗ്യത ആദ്യം ഉണ്ടാവണം. അതിലൂടെ നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് ശാസ്ത്ര ശ്രവണത്തിന് അർഹരായിത്തീരുന്നു. അപ്പോൾ മാത്രമേ ശാസ്ത്രം ശ്രവണം ചെയ്താൽ അത് വേണ്ടതുപോലെ നമുക്ക് ഗ്രഹിക്കാനാവുള്ളൂ, അത് നമ്മളെ അനുഗ്രഹിക്കുള്ളൂ, നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ, അഥവാ ഇൻസ്പയർ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ സിദ്ധിം വിന്ദതി. അത് കഴിഞ്ഞാൽ പരമമായിട്ടുള്ള സിദ്ധി എന്ന് പറഞ്ഞാൽ പിന്നെ മോക്ഷം തന്നെയാണ്. ബ്രഹ്മനിർവാണം എന്ന് 5-ാം അധ്യായത്തിൽ പറയുന്ന ആ പരമസിദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പോൾ അതാണ് കർമ്മയോഗം. അപ്പോൾ അത് തന്നെയാണ് കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അപ്പോൾ ഈ 5-ാം അധ്യായം എന്താണത്? കർമ്മസന്യാസ യോഗം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അല്ലെങ്കിൽ സന്യാസയോഗം എന്ന് മാത്രമായിട്ടും പറയും, അല്ലേ? എവിടുന്നാണ് അത് തുടങ്ങിയത്? ഇത് 5-ാം അധ്യായത്തിൽ നിന്നല്ല തുടക്കം, അതിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്നാണ് തുടക്കം. കർമ്മയോഗം 3-ാം അധ്യായത്തിൽ ആരംഭിച്ചു, അല്ലേ? അവിടുന്ന് നമ്മളെ ഉയർത്തി കൊണ്ടുവന്നു. അറിവിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, എന്താ പറയുക, ഭഗവാൻ ഉപദേശിച്ചതായിട്ടുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഇവോൾവ്ഡ് ആവും, നമ്മൾ ഉദ്ധരിക്കപ്പെടും, നമ്മൾ ഉയരും, നമ്മുടെ ഉള്ളിൽ വികാസമുണ്ടാവും, ചിത്തശുദ്ധി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം കർമ്മയോഗമാക്കി മാറ്റി. ആ കർമ്മയോഗം പിന്നീട് ജ്ഞാനകർമ്മ സന്യാസ യോഗമാകുന്നു. എന്നിട്ടാണ് സന്യാസയോഗം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നത്. അപ്പോൾ എല്ലാവരും ജനിച്ചു വരുമ്പോൾ അജ്ഞാനികളാണ്, അഥവാ ശൂദ്രപ്രായരാണ്, അല്ലെങ്കിൽ ജന്തുക്കളാണ്. ജന്മനാ ജായതേ ജന്തു, അല്ലെങ്കിൽ ജന്മനാ ജായതേ ശൂദ്രഹ എന്നൊക്കെ പ്രയോഗങ്ങളുണ്ട്. ശൂദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അറിവില്ലാത്തവനേ ഉള്ളൂ. അറിവില്ലായ്മയാണ് നമ്മുടെ ദുഃഖ കാരണം. ആ ദുഃഖിക്കുന്നവൻ എന്നാണ് ശൂദ്ര ശബ്ദത്തിൻ്റെ അർത്ഥം. ശുചാ ദ്രവതേതി ശൂദ്രഹ. ശോകത്താൽ ദ്രവിക്കുന്നവനാണ് ശൂദ്രൻ. മറ്റത് ബ്രാഹ്മണൻ, അഥവാ ബ്രാഹ്മണന്റെ ഒരു ടൈറ്റിൽ തന്നെ ശർമ്മ എന്നാണ്, അല്ലേ? ആ ശർമ്മയുടെ ഓപ്പോസിറ്റാണ് ശൂദ്രത്വം. ശർമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബ്രാഹ്മണരുടെ സർനെയിമായിട്ട്, അല്ലെങ്കിൽ അല്ലേ, വാലായിട്ട് കൊടുക്കാറുണ്ട് ശർമ്മ. എന്താ ശർമ്മ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? സുഖം എന്നാണ്. ശർമ്മ എന്നാൽ സുഖം എന്നാണ് അർത്ഥം. അപ്പൊ ആരാണോ അറിവ് കൊണ്ട് സുഖിക്കുന്നത്, അറിവാണ് സുഖത്തിന് ആധാരം. അതാണ് ഭഗവാൻ ഗീത ആരംഭിച്ചപ്പോഴേ പറഞ്ഞത്, നാനുശോചന്തി പണ്ഡിതാഹ, പണ്ഡിതാഹ നാനുശോചന്തി. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ തത്വം അറിയുന്നവരാണ്. പണ്ഡാ അസ്യസ്തീതി പണ്ഡിത. എന്താ പണ്ഡ? ആത്മവിഷയം ജ്ഞാനം.
എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം, പരമാർത്ഥം, അത് അറിയുന്നവനാണ് പണ്ഡിതൻ. അല്ലാതെ ഏതെങ്കിലും ലാംഗ്വേജിലോ ഏതെങ്കിലും പ്രത്യേക വിഷയത്തിലോ ഡോക്ടറേറ്റ് എടുത്തവർ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ ശാസ്ത്രത്തിൽ പണ്ഡിത ശബ്ദം ഉപയോഗിക്കുന്നത്. അത് പിന്നെ കട്ടെടുത്തതാണ് ഈ അടുത്ത കാലത്തുള്ള സാഹിത്യങ്ങളിലൊക്കെ, അല്ലേ? നമ്മുടെ എല്ലാ വാക്കുകളും ഇവിടെ ദുരുപയോഗം ചെയ്ത് അതിൻ്റെ അർത്ഥം മറന്നുപോയി. പല പദങ്ങളും അങ്ങനെ നമ്മൾക്കിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഒറിജിനൽ അർത്ഥം അറിയാതെയായി കഴിഞ്ഞു. കാരണം എല്ലാ സ്ഥാനത്തും ഇപ്പോൾ എന്താ പറയുക, വേദങ്ങളെന്നിപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ ബൈബിളോ മറ്റേ ഖുറാനോ അല്ലെങ്കിൽ വേറെ എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ അവർ വേദങ്ങളെന്ന് വിളിക്കാൻ തുടങ്ങി. അത് കൈകാര്യം ചെയ്യുന്നവരെയൊക്കെ വൈദികന്മാരെന്ന് വിളിക്കാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ ആ അർത്ഥം മാറി മാറിപ്പോയി, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. നമുക്കിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ആദ്യം ധ്വനിക്കുക ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള അർത്ഥങ്ങളാണ്, രൂഢമായി വന്നതായിട്ടുള്ള അർത്ഥങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പണ്ഡിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം പണ്ടാ എന്ന് പറഞ്ഞാൽ ആത്മവിഷയം ജ്ഞാനം. ആത്മാ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സാരമായ വസ്തു, ദ സബ്സ്റ്റൻസ്. അതാണ് ഏന സർവമിതം തദം എന്ന് മുൻ ശ്ലോകം മറ്റേ പറഞ്ഞത്, 18-ാം അധ്യായത്തിലെ ശ്ലോകം കൊണ്ട് പറഞ്ഞത്. ഏതൊന്നിനാലാണോ ഈ പ്രപഞ്ചമെല്ലാം വ്യാപിച്ചിരിക്കുന്നത്, നിലനിർത്തപ്പെടുന്നത്, അത് തന്നെയാണ് നമ്മുടെയും അസ്തിത്വം, അത് തന്നെയാണ് നമ്മുടെയും നിലനിൽപ്പ്. അപ്പം അതുകൊണ്ട് നമ്മുടെയും ആത്മാ എന്ന് പറയുന്നു, അത് തന്നെയാണ് ടോട്ടലിൽ പറയുമ്പോൾ പരമാത്മാ എന്നും, ഈ ശരീരത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ജീവാത്മാ എന്നും അതിനെ വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു തത്വം, ഈ കർമ്മയോഗം എന്നതിലൂടെ വളർന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജനിക്കുമ്പോൾ ജന്തുക്കൾ അഥവാ ശൂദ്രന്മാർ, അറിവില്ലാത്തവർ, അജ്ഞാനികൾ, ദുഃഖിക്കുന്നവരായിരുന്നു. നമ്മൾ അപ്പോൾ വെറും കർമ്മികളായിരുന്നു. എന്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു? സുഖം നേടാൻ വേണ്ടി, അല്ലേ? ഭാഗവതത്തിൽ വളരെ മനോഹരമായിട്ട് ആ വിദുര മൈത്രേയ സംവാദം ആരംഭിക്കുമ്പോൾ വിദുര മഹാശയൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തൃതീയ സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിൽ മൈത്രേയ മഹർഷിയെ കണ്ട ഉടനെ വിദുരൻ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ എല്ലാവരുടെയും യൂണിവേഴ്സൽ ആയിട്ടുള്ള ചോദ്യമാണത്. എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്, എല്ലാവരും ചിന്തിക്കേണ്ട ചോദ്യമാണ്. സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാ അന്യദുപാരമം വാ വിന്ദേത ഭൂയ തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്നഃ. സുഖായ കർമാണി കരോതി ലോകഃ. ലോകഃ എന്ന് പറഞ്ഞാൽ ജനാഹ എന്നർത്ഥമാണ്. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും സുഖായ കർമാണി കരോതി, സുഖത്തിനായിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നു. തൈ സുഖം വാ അന്യദുപാരമം വാ. തൈഹി കർമ്മഭിഹി, ആ കർമ്മങ്ങളെ കൊണ്ട് ന സുഖം വാ, സുഖം ലഭിക്കുന്നുമില്ല. അന്യത് ഉപാരമം വാ. അന്യത് എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് അർത്ഥമാണ്. എന്താണത്? ദുഃഖം. ദുഃഖത്തിന്റെ ഉപരതി അഥവാ വിഡ്രോവൽ, ദുഃഖം പിൻവാങ്ങുന്നും ഇല്ല. അന്യദുപാരമം വാ വിന്ദേത ഭൂയ തതയേവ ദുഃഖം. തതയേവ എന്ന് പറഞ്ഞാൽ കർമ്മണായവ എന്നർത്ഥം. ആ കർമ്മത്തിൽ നിന്ന് ഭൂയ ദുഃഖമേവ വിന്ദേത, വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്ന ദുഃഖമാണ് എല്ലാവരും കാണുന്നത്. എല്ലാവരും ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പലതും അവർ സമ്പാദിക്കുന്നുണ്ട്, നേടുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരം അയാൾ ഹാപ്പിയാണോ? അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ഓരോരുത്തരും സുഖം പ്ലസ് സുഖം പ്ലസ് സുഖം പ്ലസ് സുഖം പ്ലസ് എന്ന് സുഖം കൂട്ടി ഇപ്പൊ സുഖത്തിന്റെ ഇരിക്കുന്നുണ്ടാവും, അല്ലേ? ഓരോ ദിവസവും അധ്വാനിച്ചതിന്റെ ഫലം സുഖമായിരുന്നു, ഹാപ്പിനെസ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ എല്ലാവരും സുഖത്തിന്റെ നെറുകയിലായിരിക്കണം ഇരിക്കേണ്ടത്. അങ്ങനെ എത്ര പേരുണ്ടാവും? എത്ര പേര് ഓരോ ദിവസവും കഴിഞ്ഞ് ഞാൻ ഇന്നലത്തേക്കാൾ ബെറ്റർ ആണെന്ന്, ഇന്നത്തേക്കാൾ ബെറ്റർ ആയിരിക്കും നാളെ എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും? ഇവിടെ വരുന്നവർക്കൊക്കെ പറയാൻ പറ്റണം. പുറത്തുള്ള കാര്യം പോട്ടെ, അവരുടെ കാര്യം പോക്കാണ്. അവരെന്തെങ്കിലും ഇതുപോലെയുള്ളതായിട്ടുള്ള ആധ്യാത്മിക ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴേ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ആ സുഖം കിട്ടുക എന്ന് അറിയുക. അതാണ് ഇവിടെ ചോദിച്ചത്. വിന്ദേത ഭൂയ തതയേവ ദുഃഖം യദത്ര യുക്തം. അത്ര ഇൻ ദിസ് മാറ്റർ എന്നർത്ഥം. ഇവിടെ സുഖം കിട്ടാനായിക്കൊണ്ട് യുക്തം യത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്താണ്?
എന്താണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഭഗവാനായ അങ്ങ്, സർവജ്ഞനായ അങ്ങ് വദേത് നഹ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നാണ് ലോകം കണ്ട മഹാനായ, അല്ലെങ്കിൽ വിദുരൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിദ്വാൻ എന്നാണ്. അദ്ദേഹം യമധർമ്മ രാജാവായിരുന്നു. ഒരു ചെയ്യാത്ത തെറ്റിന്റെ ശാപം കൊണ്ട്, അണിമാണ്ഡവ്യൻ എന്നൊരു ഋഷിയുടെ ശാപം കൊണ്ട് മനുഷ്യനായി വരേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം ധർമ്മമൂർത്തിയാണ്. അദ്ദേഹം അറിയാത്ത ധർമ്മങ്ങളും നിയമങ്ങളും ഇല്ല. കാരണം അദ്ദേഹം അത് അറിഞ്ഞാലേ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെ ധർമ്മരാജ എന്നായിരുന്നു, അല്ലേ? യമധർമ്മ രാജാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ധർമ്മൻ എന്നാണ്. അപ്പൊ എല്ലാ ധർമ്മത്തിന്റെയും അതോറിറ്റിയാണ് നമ്മുടെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയും പോലെയുള്ള ഒരു വലിയ ലോകത്തിന്റെ മുഴുവൻ നിയമങ്ങളെല്ലാം അറിയുന്ന, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾക്ക് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ, അവർക്ക് ഏത് നരകത്തിലാണ് പോണ്ടത് എന്ന് നിർണയിക്കുന്ന, അല്ലെങ്കിൽ പുണ്യം ചെയ്തവരെ ഏത് സ്വർഗത്തിലേക്കാണ് അയക്കേണ്ടത്, അവർക്ക് എന്താണ് കർമ്മബലം കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ആളാണ്. നമ്മുടെ മുഴുവൻ എന്താ പറയുക ഫയൽസ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. എല്ലാം ഡാറ്റകൾ, നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ അദ്ദേഹം CCTV ഫിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. നമ്മൾക്ക് അനങ്ങാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ അറിവ് കൂടാതെ. അതൊക്കെ ഭാഗവതത്തില് രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റേ അജാമിളോപാഖ്യാനത്തില് യമധർമ്മന്റെ ഭൃത്യന്മാര് വിഷ്ണു ദൂതന്മാര് തടഞ്ഞപ്പോ ആ വിഷ്ണു ദൂതന്മാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ബേസിലാണ് ഈ നിങ്ങളുടെ ധർമ്മമൊക്കെ നടപ്പിലാക്കണത് എന്ന് പറയുമ്പോൾ ഒരു 13 CCTVകളുടെ പേര് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള സാക്ഷികളാണ് അവരൊക്കെ ധർമ്മന് യമരാജാവിന് അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യും നമ്മളിവിടെ എന്തൊക്കെയാ ചെയ്യണമെന്ന്. അപ്പൊ അതിൽ പഞ്ചഭൂതങ്ങൾ ആദ്യം വരും. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ഈ പഞ്ചഭൂതങ്ങൾ, അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, പകല് സൂര്യൻ, രാത്രിയിൽ ചന്ദ്രൻ, അതുപോലെ തന്നെ വൃക്ഷങ്ങള്, ദിക്കുകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 13 എണ്ണമാണ് എണ്ണി പറയുന്നത്. ഇവരെ മറച്ചുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എപ്പോഴും ഒബ്സർവേഷനിലാണ്. അദ്ദേഹം എല്ലാം അപ്പപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയും. അതിനനുസരിച്ചാണ് അദ്ദേഹം ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരാളാണ് ഈ യമധർമ്മ രാജാവ്. അദ്ദേഹത്തിന്റെ അവതാരം അല്ലെങ്കിൽ പുനർജന്മമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ജനിക്കേണ്ടി വന്നതാണ് വിദുരനായിട്ട്. പോരാത്തതിനൊരു 36 വർഷം അദ്ദേഹം തീർത്ഥയാത്രയും ചെയ്തു. ആ മഹാഭാരത യുദ്ധം ആരംഭിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയിട്ട് ലോകം മുഴുവൻ കറങ്ങി. അപ്പൊ ഈ ലോകത്തിൽ കണ്ടതാണ് അദ്ദേഹം ചോദിക്കുന്നത്. സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യതുപാരമം വാ. അപ്പോ അതിനുള്ള ഉത്തരം തന്നെയാണ് ഈ ഭഗവത്ഗീത നമുക്ക് തരുന്നത്. അതിനെ ഞാൻ ചുരുക്കി പറഞ്ഞു. യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ എന്ന്. അതിൻ്റെ ഒരു വിസ്താരമാണ് ഈ 3, 4, 5 അധ്യായങ്ങൾ. എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ സംഗ്രഹിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ് സാഖ്യം എന്ന ജ്ഞാനം. ആ സംഗ്രഹിച്ച് പറഞ്ഞതിനെ പിന്നെ 3-ാം അധ്യായം മുതൽ ഭഗവാൻ തന്നെ അർജുനന്റെ സംശയങ്ങൾ തീർക്കാൻ എലോബറേറ്റ് ചെയ്യണം, കൂടുതൽ വിസ്തരിച്ച് വ്യാഖ്യാനിക്കുന്നതാണ്. 2-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ഓരോ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും 2-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ 18-ാം അധ്യായത്തിൽ ഇതിനൊക്കെ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് അവതരിപ്പിക്കുകയാണ് മോക്ഷസന്യാസ യോഗം എന്നുള്ള 18-ാം. അപ്പോൾ അതിൽ ഈ കർമ്മയോഗം മുഴുവൻ സംഗ്രഹിച്ച് പറഞ്ഞപ്പോഴാണ് ഈ യതഃ പ്രവൃത്തിർ ഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ എന്ന ആ ശ്ലോകം പറഞ്ഞത്. അപ്പോൾ ആ വിഷയമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന 5-ാം അധ്യായത്തിലെ കർമ്മസന്യാസം എന്നുള്ളത്. ഇപ്പൊ കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി, അതാണ്. അപ്പോൾ വെറും സ്വാർത്ഥമായി കർമ്മം ചെയ്തുകൊണ്ടിരുന്നതിനെ മാറ്റി ഈശ്വരാർപ്പണമാക്കി മാറ്റുമ്പോൾ, യജ്ഞാർത്ഥമായി സമർപ്പിക്കുമ്പോൾ, യജ്ഞാർത്ഥ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര എന്നാണ് കർമ്മയോഗം ആരംഭിച്ചത്. യജ്ഞാർത്ഥം എന്നാൽ ഈശ്വരാർപ്പണമാക്കിയിട്ട് നമ്മുടെ കർമ്മങ്ങളെ സമർപ്പിക്കുമ്പോഴാണ് അത് ബന്ധനത്തിന് മുക്തിക്ക് കാരണമാവുക. മറ്റത് യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര, അതിന് വിപരീതമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മമാണ് നമ്മുടെ ബന്ധകാരണം, ദുഃഖകാരണം. അപ്പൊ നിങ്ങളുടെ ഓരോ ദിവസവും കർമ്മം ചെയ്തിട്ട് ദുഃഖമാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കർമ്മമാ ചെയ്യുന്നത്? ഈ മുമ്പേ പറഞ്ഞ സ്വാർത്ഥ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതിൽ നിന്ന്
ഈശ്വരാർപ്പണമാക്കി മാറ്റുക. അതാണ് യജ്ഞകർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ഈശ്വരാർപ്പണമാക്കിയ കർമ്മങ്ങൾ നമ്മളെ ബാലൻസ്ഡ് ആക്കും, നമ്മുടെ മനസ്സിനെ ഒരു ശുദ്ധിയും ഒരു സമഭാവനയിലേക്കും ഉയർത്തും. അതാണ് വിസ്തരിച്ചുകൊണ്ട് ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു സിദ്ധാവസ്ഥയിലെത്തിയ മഹാത്മാവിൻ്റെ അവസ്ഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടാവുക കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ, അല്ലേ? ഇഹൈവ തൈർ ജിതസർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. അപ്പോൾ യേഷാം മനഃ സാമ്യേ സ്ഥിതം, ആരുടെ മനസ്സാണോ ആ സാമ്യാവസ്ഥയിൽ സ്ഥിതമായിരിക്കുന്നത്. സാമ്യാവസ്ഥയിൽ സ്ഥിതമാവണമെങ്കിൽ എല്ലാറ്റിലും സമം കാണാൻ കഴിയണം. സർവത്ര സമദർശനം. അതെങ്ങനെ സാധിക്കുള്ളൂ? എങ്ങനെ എല്ലാറ്റിലും സമം കാണുക? ഇപ്പൊ കാണുന്നതെല്ലാം വിഷമമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സമത്തിന്റെ ഓപ്പോസിറ്റാണ് സംസ്കൃത ഭാഷയിൽ വിഷമം. വിഗതമായ സമഭാവമാണ് വിഷമം. ഇപ്പൊ നമ്മൾ കാണുന്നതെല്ലാം നാനാത്വമാണ്, എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഒന്നും സമമായിട്ട് അല്ല കാണുന്നത്. എല്ലാം ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉള്ളതാണ്, അതാ യുണീക്നെസ് ഉള്ളതാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ അപ്പൊ എങ്ങനെ പിന്നെ ഈ വ്യത്യസ്തതയിൽ സമം കാണുക? എല്ലാറ്റിൻ്റെയും ഈ പറഞ്ഞ കാരണത്തെ കാണുക. എല്ലാ ആഭരണങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സ്വർണത്തെ കാണും പോലെ, എല്ലാ മൺപാത്രത്തിലും നിറഞ്ഞിരിക്കുന്ന മണ്ണിനെ കാണും പോലെ, എല്ലാ കാര്യത്തിലും നിറഞ്ഞിരിക്കുന്ന കാരണത്തെ ദർശിക്കുക. കാര്യങ്ങളിലെല്ലാം കാരണദർശനം. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള വിചാരം ചെയ്ത് പരമമായ സത്യത്തെ നമ്മൾ ദർശിക്കണം. അപ്പൊ ആ പരമസത്യത്തിൽ എത്തുമ്പോഴാണ് സമദർശനം സാധ്യമാവുക. എല്ലാറ്റിലും സമമായിരിക്കുന്നത് ഒരേ ബ്രഹ്മം, അഥവാ എന്താ പറയുക, സച്ചിദാനന്ദം ബ്രഹ്മ എന്നറിയുക. അപ്പോ യേഷാം മനഃ സാമ്യേ സ്ഥിതഃ തൈഹി ഇഹൈവ സർഗഃ ജിതഃ. അവരാൽ ഇവിടെ ഈ ജന്മത്തിൽ തന്നെ ഈ സർഗത്തെ ജയിക്കപ്പെട്ടു. സർഗമെന്നാൽ ഈ സംസാരം അഥവാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിറഞ്ഞ ഈ ഒരു മാറ്റങ്ങൾ നിറഞ്ഞ ഈ ഒരു പ്രകൃതി, ഈ ഒരു പ്രവാഹം, ഇതിനാൽ അവർ ബാധിക്കപ്പെടുന്നില്ല എന്നർത്ഥം. ഇവിടെ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനതീതരായി, ഇതിൽ എന്തെല്ലാം പരിണാമങ്ങൾ ഉണ്ടായാലും, ഏതെല്ലാം തരത്തിലുള്ള വിപരീത ഭാവങ്ങൾ ഉണ്ടായാലും, ഓപ്പോസിറ്റ്സ്, അല്ലെ, ദ്വന്ദ്വങ്ങൾ എന്തെല്ലാം വന്നാലും അതിനാലൊന്നും അവർ ബാധിക്കപ്പെടുന്നില്ല. കാരണം അവരുടെ മനസ്സ് എന്തിനെ കാണുന്നത്? അതിൽ സമമായിട്ടുള്ള വസ്തുവിനെയാണ് കാണുന്നത്. അറിവില്ലാത്ത ആളുകൾക്കാണ് ഇതിലൊക്കെ ചെറുതും വലുതുമായിട്ടൊക്കെ തോന്നുക, അല്ലെ? ഒന്നും തുല്യമല്ല, എല്ലാം വേറെ വേറെയാണെന്ന് കാണുന്നത് വിചാരം ചെയ്യുന്നതിന് മുമ്പാണ്. ഒരു സ്വർണ്ണാഭരണശാലയിൽ ഒരു ആഭരണഭ്രമമുള്ള ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ കാണുന്ന ഡിസൈൻസിൽ മുഴുവൻ വായും പൊളിച്ച് കണ്ണും തള്ളി ഇതിലിപ്പോൾ ഏതാ വാങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ ആകെ പരിഭ്രമമായിരിക്കും. ഭർത്താവിന് പണിയായി, അല്ലേ? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പോക്കറ്റിൽ കനം നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാർഡുകൾ ഏതൊക്കെയാണോ നോക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എങ്ങനെയാ വാങ്ങിക്കുക എന്ന് നോക്കണം. എന്നിട്ട് ഇവര് ഭാര്യ ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ അയാളുടെ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് എന്താ കാണുന്നത്? എല്ലാറ്റിലും സ്വർണമാണ് കാണുന്നത്. ആ കടക്കാരൻ എല്ലാറ്റിലും സ്വർണം കാണുന്നു. എന്നാൽ ഈ അമ്മ മാത്രം എന്ത് കാണുന്നു? അവരെല്ലാം വിഷമം കാണുന്നു, എല്ലാം വ്യത്യസ്തമായിട്ട് കാണുന്നു. അപ്പോൾ ഈ മാലകളുടെ ഓരോ ഡിസൈൻസും അവരെ ഭ്രമിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു മാല കഴുത്തിലിട്ടാ പോരെ എന്ന് വിചാരിക്കണ്ടോ? ഞങ്ങളൊക്കെ അങ്ങനെ വിചാരിക്കണത്, അല്ലേ? ആ ഭർത്താവും അങ്ങനെ തന്നെ വിചാരിക്കും. ഏതെങ്കിലും ഒരു നല്ല മാല വാങ്ങിക്കൂ, നീ എല്ലാം കൂടി അവിടെയുള്ള കടക്കാർക്ക് പണിയുണ്ടാക്കാതിരിക്കൂ, അല്ലേ? അത് വസ്ത്രം എടുക്കാൻ പോയാലും അതെ, സ്ത്രീകൾ ഒരുപാട് പണി കൊടുക്കും അവിടെയുള്ള ഷോപ്പുകാർക്ക്. പുരുഷന്മാർക്ക് എളുപ്പമാണ് പണി, അല്ലേ? കൃത്യമായിട്ട് അവർ ഇന്നത് വേണമെന്ന് പറയും, അതെടുക്കും, പോരും. കുറേ സെലക്ഷൻ്റെ ആവശ്യമില്ല അവർക്ക്. ഇത് കുറേ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആകെ ഭ്രാന്താവും ഇവർക്ക്. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. കാരണം ഇന്നല്ലെങ്കിൽ ഇന്ന് കാശ് കൊണ്ടുവന്നുള്ളത് മുഴുവൻ വാങ്ങിച്ചെടുക്കണം. പിന്നെ അവർ മനസ്സിൽ ബഡ്ജറ്റ് ഇട്ട് വീണ്ടും വരണം ഇവിടെ തന്നെ. ഈ സാരി ഇന്നതുണ്ട്, ഇന്ന ഡിസൈൻസ് ഉണ്ട്, അതൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു പക്വതയില്ലാത്ത
മനസ്സാണത്. സാമ്യാവസ്ഥയിലുള്ള മനസ്സല്ല. തനിക്ക് വസ്ത്രം എന്തിനാണ്, തനിക്ക് ആഭരണം എന്തിനാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യം എത്രത്തോളം, ഇതില്ലെങ്കിലും തനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചിന്തിക്കുന്ന പക്വത വന്ന സ്ത്രീകൾക്ക് ഇത് പ്രശ്നമാണോ? ഇന്നത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ കുറേ ഭേദമാണ് ഇല്ലേ? അവർക്ക് ഈ ആഭരണ ഭ്രമമൊന്നുമില്ല, പണ്ടത്തെ ആളുകളെ പോലെയുള്ള വസ്ത്രഭ്രമം തീരെയില്ല. അതുകൊണ്ട് അപ്പോൾ ഈ ബ്രഹ്മ സമം ഹി, എല്ലായിടത്തും സമമായിരിക്കുന്നതും നിർദോഷം എന്ന് പറഞ്ഞു, ഒരു ദോഷവും ബാധിക്കാത്തത്. ഈ എന്താ പറയുക, ഉപാധികളുടെ യാതൊരു ധർമ്മങ്ങളും വൈഷമ്യങ്ങളും ദോഷങ്ങളും ആരെ ബാധിക്കുന്നില്ല? ഈ സമമായ വസ്തുവിനെ. അത് പ്യുവറാണ് എന്നർത്ഥം. നിങ്ങൾ കാണുന്ന ആ വ്യത്യാസങ്ങളെല്ലാം എവിടെയാണ്? ആ ഉപരിപ്ലവമായിട്ടുള്ള ആ രൂപത്തിലാണ്. നാമത്തിലും രൂപത്തിലും മാത്രമേ ഉള്ളൂ ദോഷം. അതിൻ്റെ സബ്സ്റ്റൻസിൽ യാതൊരു ദോഷവും ഇല്ല. നിർദോഷം സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. അപ്പൊ ആ ഒരു ദർശനമുള്ളവർ തേ ബ്രഹ്മണി സ്ഥിതാഹ, അവര് ആ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്, അവരാണ് ബ്രഹ്മനിഷ്ഠയുള്ളവർ എന്ന് പറഞ്ഞാണ് ഈ ഒരു കർമ്മയോഗത്തിലൂടെ അവരുടെ മനസ്സ് എപ്പോഴും പ്രസന്നമാക്കാൻ അവർ അഭ്യസിച്ചു. കർമ്മയോഗത്തിൻ്റെ തത്വം തന്നെ അതാണല്ലോ, മനസ്സിനെ പ്രസന്നമാക്കുക എന്നുള്ളത്. എങ്ങനെയാണ്? ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരമാവധി തൻ്റെ കഴിവിൻ്റെ പരമാവധി ഈശ്വര ആരാധനയാക്കി മാറ്റുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഫലങ്ങളെല്ലാം ഈശ്വരൻ്റെ പ്രസാദ ബുദ്ധി അല്ലേ? ആ പ്രസാദ ബുദ്ധി എപ്പോഴും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് പ്രസന്നമായിട്ട്, വരുന്നത് എന്താണെങ്കിലും ഈശ്വരേച്ഛയാണ്. അപ്പൊ എന്ത് വന്നാലും അതിനെ സമബുദ്ധിയോടുകൂടി പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കുക. അത് അഭ്യസിക്കേണ്ടതാണ്. അത് അഭ്യസിച്ച് നമുക്കത് ഒരു സ്റ്റഡിയായി മാറും നമ്മൾ എന്നർത്ഥം. ഏത് കാര്യവും നമ്മൾ അഭ്യസിക്കുമ്പോഴേ അതിനൊരു സ്റ്റഡി ആയിട്ട് മാറാൻ പറ്റും. നമ്മൾ നടക്കാൻ പഠിച്ചതും സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതും ഏത് വാഹനം ഡ്രൈവ് ചെയ്യാൻ പഠിച്ചതും നീന്താൻ പഠിച്ചതും ഒക്കെ അഭ്യാസം കൊണ്ടാണ് അല്ലേ? ഊണ് കഴിക്കാൻ പഠിച്ചതുപോലും അഭ്യസിച്ചിട്ട് തന്നെയാണ്. പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഉണ്ണുമ്പോൾ ശരിക്കും ആവേണ്ടിരുന്നത് പകുതി പുറത്തായിരിക്കും അല്ലേ? അപ്പോൾ അത് പലരും നമ്മളെ അഭ്യസിപ്പിച്ചു. അപ്പോൾ എല്ലാ കാര്യവും അഭ്യാസം കൊണ്ടേ ശരിയാവുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഭഗവാൻ ഇനി 6-ാം അധ്യായത്തിൽ പറയാൻ, നിങ്ങൾ ഈ കാര്യത്തിലും അഭ്യാസം, മനസ്സിനെ സ്റ്റഡിയാക്കാനും അഭ്യാസം വേണം. അപ്പോൾ ഈ കർമ്മയോഗം എന്നുള്ളതൊരു അഭ്യാസമാണ്. നിരന്തരമായിട്ടുള്ള നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നിലനിർത്താൻ പഠിക്കുക. അതാണ് എല്ലാറ്റിലും പ്രസാദ ബുദ്ധി എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അതങ്ങനെ പരിശീലിച്ചത് കൊണ്ട് ഇപ്പം അവരുടെ മനസ്സ് സ്ഥിരമായിരിക്കുന്നു. ബ്രഹ്മണി തേ സ്ഥിതാഹ. അങ്ങനെയുള്ള അവരെ കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത്. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനിയത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയമസ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മാ, ബാഹ്യ വിഷയങ്ങളിൽ ഒന്നിലും ആസക്തിയില്ലാതെ ആത്മനി യത് സുഖം വിന്ദതി, ആത്മാവിൽ എന്ത് സുഖത്തെ പ്രാപിക്കുന്നുവോ അവനാണ് അക്ഷയ്യമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നത്. കാരണം ബാക്കി ലോക വിഷയങ്ങളെല്ലാം തന്നെ ക്ഷയമുള്ളതാണ്. അതിനെ ആശ്രയിച്ചിട്ടുള്ള സുഖവും ക്ഷയിക്കുന്നതാണ്. ഉണ്ടായ വസ്തുക്കളെല്ലാം നശിക്കുന്നതാണ്. കാലത്തിൽ വന്നു ചേർന്നതെല്ലാം പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഏത് വസ്തുവും അനിത്യമാണ്. അത് ബോധിച്ചുകൊണ്ട് നമ്മൾ അതിനെ അനുഭവിക്കാം. ഇതിപ്പോ എൻ്റെ നാവിൽ മാത്രമേ ഇതിനൊരു രുചിയുള്ളൂ. ഇത് അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും വിഷമായിരിക്കും അല്ലേ? അപകടകാരിയായിരിക്കും. നമുക്ക് മധുരപലഹാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് കൂടുതൽ ഇഷ്ടമാണ്. അവർക്ക് വളരെ ടെംപ്റ്റിംഗ് ആണ്. അവർ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഷുഗറായി തീർന്നത് അല്ലേ? കൂടുതൽ ഷുഗർ കഴിച്ചിട്ടാണോ? ചിലർക്ക് അങ്ങനെ ആവാം. ജീവിതത്തിൽ എന്താ പറയുക, നമുക്കൊക്കെ കോട്ട വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞു, പ്രാരബ്ധം കഴിഞ്ഞു. അപ്പോൾ ഇനി അധികം കഴിച്ചാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു. മതി, നിനക്ക് കഴിക്കാനുള്ള ഷുഗറൊക്കെ നീ കഴിച്ചു കഴിഞ്ഞു എന്ന് ഈശ്വരൻ നമ്മളോട് പറയണം. അപ്പോൾ എല്ലാ സുഖങ്ങളും ആ ഒരു ഇന്ദ്രിയ സ്പർശം ഉണ്ടാവുമ്പോൾ മാത്രമേ ഉള്ളൂ. ഏത് സംഗീതം കേൾക്കുകയാണെങ്കിലും നമ്മുടെ ചെവിയിൽ മാത്രം, ആ ചെവിയിലേക്ക് വരുന്നത് വരെ
പിന്നെ നമുക്ക് സംഗീതജ്ഞന്മാരാണെങ്കിൽ അത് കുറെ കൂടി സ്മരണയിൽ ആസ്വദിക്കാം. അല്ലാത്തവർക്ക് കേൾക്കുമ്പോൾ മാത്രമുള്ള ആ സുഖമേ ഉള്ളൂ. ഇപ്പോഴത്തെ സംഗീതമൊക്കെ അത്രേ ഉള്ളൂ. ആലോചിച്ച് അല്ലേ, ചിന്തിച്ച് ആസ്വദിക്കാനുള്ള സംഗീതമൊന്നും ഇപ്പോഴത്തെ സിനിമയിലും അതുപോലെയുള്ള രംഗങ്ങളിലൊന്നും ഇല്ല. നമ്മുടെ ഒറിജിനൽ ക്ലാസിക്കൽ മ്യൂസിക് നമുക്ക് എത്ര നേരം വേണമെങ്കിലും അറിവുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മയോഗ യുക്താത്മ, ആ ബ്രഹ്മവുമായിട്ടുള്ള യുക്തമായിരിക്കുന്നു അവൻ്റെ വ്യക്തിത്വം. അവൻ യോഗിയാണ്. അങ്ങനെ ഉള്ളവൻ അക്ഷയമായ സുഖം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഈ വിഷയങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഒരു വിവേകിയായിട്ടുള്ള ഒരാളും നിവർത്തിക്കേണ്ടതാണ്. ഒരു ജ്ഞാനിയുടെ അവസ്ഥ പറഞ്ഞു. സാധകന്മാരും ജ്ഞാനിയെ മാതൃകയാക്കിക്കൊണ്ട് വിഷയങ്ങളെ ആശ്രയിക്കാതിരിക്കണം. ഏഹി സംസ്പർശജാ ഭോഗാഹ ദുഃഖയോനയ ഏവത്തെ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധഃ. അപ്പൊ സംസ്പർശജാ ഭോഗാഹ, സ്പർശ ജന്യമായിട്ടുള്ള ഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുമായിട്ട് വിഷയങ്ങൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാവുന്ന അതിനെയാണ് സ്പർശം എന്ന് പറയുന്നത്. ആ വിഷയസുഖങ്ങളെല്ലാം തന്നെ ദുഃഖയോനയ ഏവത്തെ, എല്ലാം ദുഃഖത്തിന്റെ പ്രഭവസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് അത് ആദ്യന്തവന്ത, അത് ഉണ്ടായതാണ്, പോകുന്നതാണ്, നശിക്കുന്നതാണ്. അതുകൊണ്ട് ബുധഃ ന തേഷു രമതേ, ബുദ്ധിയുള്ളവർ, വിവേകികൾ, വിചാരശീലന്മാർ ഈ വിഷയസുഖങ്ങളിൽ രമിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾക്കുള്ള കൃത്യമായിട്ടുള്ള പാഠം നൽകുകയാണ്. ഈ രണ്ട് ശ്ലോകങ്ങൾ, ഇനി വരുന്ന രണ്ട് ശ്ലോകങ്ങളാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിലേക്ക് വരാം. ഇതില് ഭാഷ്യകാരന്റെ ആമുഖമായിട്ടൊരു വാചകമുണ്ട്. അയം ച ശ്രേയോ മാർഗ പ്രതിപക്ഷി കഷ്ടതമോ ദോഷ സർവാനർത്ഥ പ്രാപ്തി ഹേതു ദുർനിവാര്യ ച ഇതി തത് പരിഹാരേ യത്നാധിക്യം കർത്തവ്യം ഇതി ആഹ ഭഗവാൻ. അപ്പൊ ഇത് ഏതാണ് ഈ പറയാൻ പോകുന്ന വിഷയം? അടുത്ത ശ്ലോകത്തിൽ പറയുന്ന 23-ാം ശ്ലോകത്തിൽ പറയാൻ പോകുന്ന വിഷയത്തെയാണ് ഇവിടെ അയം എന്ന് സൂചിപ്പിച്ചത്. അത് ശ്രേയോമാർഗ പ്രതിപക്ഷി, നമ്മളെ ശ്രേയോമാർഗത്തിന് തടസ്സമുണ്ടാക്കുന്ന ശത്രുവാണ്. അത് ഏറ്റവും ദോഷകരമായിട്ടുള്ള കാര്യമാണ്. സർവ അനർത്ഥപ്രാപ്തി ഹേതു, എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകുന്നതാണ്. ദുർനിവാര്യ ച, എന്നാൽ നിവാരണം ചെയ്യാനും വളരെ പ്രയാസമായതാണ്. അതുകൊണ്ട് അതിനെ പരിഹരിക്കേണ്ടതിൽ അയത്ന ആധിക്യം കർത്തവ്യം, ചെറിയ യത്നമൊന്നും പോരാ. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ അലേർട്ടായിട്ട് നമ്മൾ ഇരിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നമ്മളെ ജാഗ്രതപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ പറയുന്നതാണ് അടുത്ത ശ്ലോകം എന്ന് ആമുഖമായി പറയണം. അപ്പോ ഏറ്റുചൊല്ലുവോ? ശക്നോതി ഹൈവ യസ്സോഢും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. ഒന്നിച്ച് ശക്നോതി ഹൈവ യസ്സോഢും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. ഇവിടെ ശക്നോതി ഇഹ ഏവ യഹ സോഢും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. ശക്നോതി എന്താർത്ഥം? ഉത്സഹതേ എന്ന് ഭാഷ്യകാരൻ പറഞ്ഞു. ശക്നോതി ശക്തനാവുന്നു. ഇവിടെ ഉത്സഹത എന്നും കൂടി പറഞ്ഞു. ആരാണോ അതിനുവേണ്ടി ഉത്സാഹിക്കുന്നത്, പരിശ്രമിക്കുന്നത്, വളരെ താല്പര്യപൂർവ്വം അതിനുവേണ്ടി പ്രയത്നം ചെയ്യുന്നത്. ഇഹയേവ, ഇഹയേവ എന്നുള്ളതിന് ജീവനേവ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നർത്ഥം. ഈ മനുഷ്യ ജീവിതം ഇത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ. യഹ, ഏതൊരുവനാണോ സോടും, സോടും പ്രസഹിതും എന്ന് പറഞ്ഞു. പ്രകർഷേണ സഹിക്കുവാൻ എന്നർത്ഥം. സഹ എന്നുള്ള ധാതുവിന്റെ തുമന്നന്തം എന്ന് പറയുന്ന പ്രയോഗമാണ് സോടും, സഹിക്കുവാൻ. അപ്പൊ പ്രസഹിതും എന്ന് പറഞ്ഞു, നല്ലതുപോലെ സഹിക്കുക. സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യുക,
അതിനെ എന്താ പറയുക, ഒരു നമ്മുടെ തലയിൽ ഒരു ഭാരം വെച്ചാൽ അത് നമുക്ക് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ? അപ്പൊ അത് അഭ്യാസം കൊണ്ട് കൂട്ടാം. അങ്ങനെ കൂട്ടിയിട്ടുള്ളവരല്ലേ വേൾഡ് റെക്കോർഡൊക്കെ ഭാരവാഹിത്വത്തില് അല്ലേ? ഭാരോദ്വഹനം 250ഓളം കിലോ തൂക്കുന്ന ആൾക്കാരുണ്ട്, അതിലും കൂടുതലുണ്ട് തോന്നുന്നു അല്ലേ വേൾഡ് റെക്കോർഡ്. നമുക്ക് സാധിക്കുമോ? നമ്മൾ എത്ര തൂക്കും? 50 കിലോ ഉള്ള ഒരു സിമന്റ് ചാക്ക് തൂക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു പഞ്ചസാര ചാക്കൊക്കെ 50 കിലോ വരും അല്ലേ? ഇപ്പോഴത്തെ അരിച്ചാക്കും ഒക്കെ 50 കിലോ ആണ്. നമുക്ക് വേണ്ടി ചെറുതാക്കിയതാ. പണ്ട് 75 ഇപ്പൊ 25ന്റെ ചാക്കുണ്ട് വീടുകളിലേക്ക് വേണ്ടിയിട്ട്. ഇതെങ്കിലും തൂക്കുമോ നമ്മള്? അപ്പൊ ചിലർക്ക് ഒരു 10 കിലോ തൂക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷെ അഭ്യാസം ചെയ്താലോ എത്ര വേണമെങ്കിൽ സഹിക്കാം. സഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിരസ്സിന് താങ്ങാൻ ശക്തി ഉണ്ടാവുക അല്ലേ? സോടും ശക്നോതി, അതിനെ സഹിക്കുവാൻ ശക്തനാകുന്നു, ഉത്സാഹമുണ്ടാകുന്നു. യെസ്, ഐ ക്യാൻ ബെയർ എന്ന് പറയാനുള്ള ഒരു ഇത്. അപ്പൊ അത് നമ്മൾ അഭ്യാസം കൊണ്ടേ വരുള്ളൂ. ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് നല്ല സുഖലോലുപരായിട്ട് കഴിഞ്ഞാൽ AC-യിലേ കിടക്കുള്ളൂ എന്ന് ശീലിച്ചാൽ പിന്നെ പുറത്തു പോയാൽ കിടക്കാൻ പറ്റുമോ? വേറെ എവിടെയെങ്കിലും നമുക്ക് പോയി താമസിക്കാൻ പറ്റുമോ? അയ്യോ ഇവിടെ AC ഇല്ല, അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക്, കംഫർട്ട് സോണിലേക്ക് നമ്മൾ മടങ്ങും അല്ലേ? നല്ല ബെഡിൽ കിടന്ന് ശീലമുള്ളവർക്ക് ഒരു പലക കിട്ടിയാൽ കിടക്കാൻ പറ്റുമോ? നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ശീലമുള്ളവർക്ക് എന്ത് കിട്ടിയാലും കഴിക്കാൻ പറ്റുമോ? എവിടെ പോയാലും എന്ത് കിട്ടിയാലും കഴിക്കാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പൊ എല്ലാം എന്ത് വേണം? പരിശീലനം കൊണ്ടാണ് ഈ സഹനശക്തി നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ തീർത്ഥാടനങ്ങളൊക്കെ ഇങ്ങനെയുള്ള പരിശീലനങ്ങൾക്കുള്ളതും കൂടിയാണ്. നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുക ഈ തീർത്ഥാടനം. നമ്മുടെ ഉള്ളിലുള്ള സങ്കുചിത ഭാവങ്ങളെ അല്ലേ, നമ്മുടെ എന്താ പറയുക, പരിമിതികളെ ഒക്കെ അതിലംഘിക്കാൻ നമുക്ക് തീർത്ഥാടനം സഹായിക്കും. അതുകൊണ്ട് അതിന് തീർത്ഥം എന്ന് പറയും. തീർത്ഥം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യിക്കുന്നതാണ്. എന്തിനെ തരണം ചെയ്യിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഈ ശീലങ്ങളെ. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ പൂർവ്വകർമ്മങ്ങളിൽ നിന്ന് വന്നു ചേർന്നതാണ്. അതിനെ തന്നെയാ പാപം എന്നൊക്കെ പറയുന്നത്. പാപങ്ങളിൽ നിന്ന് നമ്മളെ തരണം ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. ആ സ്വഭാവ ദൂഷ്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ, അതിലംഘിക്കാൻ, ഏതവസ്ഥയിലും ഞാൻ സുഖമായിരിക്കും എന്ന് ഒരാൾക്ക് തൻ്റെ ഇടം ഉണ്ടാവുന്നത് അയാൾ ഇതുപോലെ ധാരാളം യാത്ര ചെയ്യുമ്പോഴാണ്. എവിടെ പോയാലും എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കുക, എവിടെ കിടക്കാൻ പറഞ്ഞാലും കിടക്കുക അല്ലേ? ഏത് വിഷമവും ഒരു പ്രശ്നമല്ല എന്ന് അയാൾ ശക്തനായി കഴിഞ്ഞു, അയാൾ എംപവേർഡായി നിരന്തരമായ സാധന കൊണ്ട്, അഭ്യാസം കൊണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ മനസ്സിന് ഒരു ശക്തി ഉണ്ടാവണം. നമുക്ക് ശാരീരികമായിട്ടുള്ള ശക്തി പോലെ തന്നെ മനസ്സിനുള്ള ശക്തി ഉണ്ടാവണം. അതാണ് എന്തിനെ സഹിക്കാനായിക്കൊണ്ട് എപ്പോഴാണ് വേണ്ടത് എന്ന് പറയുന്നത്. സോടും പ്രാഗ് ശരീര വിമോക്ഷണാത്, ശരീര വിമോക്ഷണാത് പ്രാഗേവ. ശരീര വിമോക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തെ വിമോക്ഷണം ചെയ്യുക, വിശേഷണം മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അപ്പൊ നമ്മുടെ ദേഹം ത്യജിക്കുന്നതിന് മുമ്പ്, മരണത്തിന് മുമ്പ് എന്ന് പറയാം. സാമാന്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരം ത്യജിക്കുന്നത് നമ്മൾ മരണത്തിലാണ്. അപ്പൊ മരണത്തിന് മുമ്പായിട്ട് ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ആരാണോ ഇഹയേവ ഈ ജന്മത്തിൽ തന്നെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സോടും ശക്നോതി, സഹിക്കുവാൻ ശക്തനാകുന്നത്. എന്തിനെയാണ് സഹിക്കേണ്ടത്? കാമക്രോധോദ്ഭവം വേഗം. കാമക്രോധോദ്ഭവം വേഗം. അവിടെ വേഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോഴ്സ് എന്നാണ് അർത്ഥം, ശക്തി. ആ ഫോഴ്സിനെ സഹിക്കാൻ കഴിയണം. എവിടുന്നാ ഈ ഫോഴ്സ് ഉണ്ടായത്? കാമോദ്ഭവം, ക്രോധോദ്ഭവം. ഇതിന്റെ ഉത്ഭവസ്ഥാനം, ഇതിന്റെ പ്രഭവസ്ഥാനം കാമവും ക്രോധവുമാണ്. നമ്മൾ 2-ാം അധ്യായത്തില് സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞപ്പോ ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ
ബുദ്ധിനാശാത് പ്രണശ്യതി. 2-ാം അധ്യായം പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിൽ പറയുന്നുണ്ട് നമ്മുടെ അധപ്പതനം, അതിൻ്റെ പടികൾ. മുകളിൽ നിന്ന് എങ്ങനെയാണോ ഒരു ഒരു ടെറസിൻ്റെ മുകളിലോ മറ്റേ ഒരു കുട്ടി പന്ത് കളിക്കുമ്പോൾ പന്ത് കൈവിട്ട് പോയാൽ പടികളിലൂടെ അത് എത്ര വേഗത്തിലാണ് താഴേക്ക് പതിക്കുക. പ്രമാദത പ്രച്യുത കേളികന്തുക സോപാന പങ്ക്തൗ പതിതോ യഥാ തഥാ എന്ന് ആചാര്യ ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ പറയും. പ്രമാദത പ്രച്യുത കേളികന്തുക. കേളികന്തുകം കളിപ്പന്ത് എന്തോ പ്രമാദം കൊണ്ട് കൈവിട്ടുപോയി. പ്രച്യുതം പ്രകർഷേണ ച്യുതം. അത് സോപാന പങ്ക്തൗ പതിതോ യഥാ തഥാ. സോപാന പങ്ക്തി എന്ന് പറഞ്ഞാൽ പടിക്കെട്ട്. ആ പടിക്കെട്ടിലേക്ക് വീണാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ മൊമെന്റം കുറവായിരിക്കും. അവിടുന്ന് ഒന്നുകൂടെ മൊമെന്റം ആർജിച്ചിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി ചേർന്ന് 2 സ്റ്റെപ്പ് ചാടും. അത് കഴിഞ്ഞ് 4 സ്റ്റെപ്പ് കുതിച്ച് ചാടും. അത് കഴിഞ്ഞ് അതിൻ്റെ വെലോസിറ്റി കൂടും, അല്ലേ? ശക്തി കൂടിക്കൂടി വരും. ഇതിങ്ങനെയാണ് നമ്മുടെ പലരുടെയും പതനം. അത് അപ്പം എവിടുന്നാ തുടങ്ങിയത്? ആദ്യത്തെ പടി ഏതാണ്? ആദ്യത്തെ പടിയിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഇത് താഴേക്ക് പതിക്കില്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ പടി ഈ ധ്യാനമാണ്, വിഷയധ്യാനം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗഃ തേഷു ഉപജായതേ. അവർക്കതിൽ സംഘമുണ്ടാകുന്നു, മനസ്സിൽ അതിനോട് ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നു, അതെനിക്ക് സുഖം തരുന്നതാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുകയാണ്. ആ സുഖചിന്തയാണ് സംഘം. ഈ വസ്തു എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എനിക്കത് സുഖം തരുമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന വ്യക്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർ എനിക്ക് സുഖം തരുമായിരുന്നു, അല്ലെങ്കിൽ ഇന്നതാണ് പരിതസ്ഥിതി എങ്കിൽ അതെനിക്ക് സുഖം ഉണ്ടാവുമായിരുന്നു, അല്ലേ? ഇപ്പൊ ഇവിടെ AC ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ സ്വാമിജി വെക്കാതിരിക്കട്ടെ, അല്ലേ? വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോയാൽ നമുക്ക് പിടിക്കില്ല. ഇവിടെ മുമ്പ്, അല്ലേ, ആരംഭത്തില് ഒന്നും ഉണ്ടായിരുന്നില്ല. തുറന്ന മുറ്റങ്ങളിലായിരുന്നു പരിപാടികളൊക്കെ. രാത്രിയിൽ വന്ന് കിടന്നവരൊക്കെ കൊതുവും എല്ലാ കടിയും കൊണ്ട് ഓലമടഞ്ഞ പായകളിലാണ് കിടന്നിരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പങ്കെടുത്തവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴും, ഇല്ലേ? അന്നത്തെ 90s, ആദ്യത്തെ ഏർലി 90s. അപ്പൊ അവിടുന്ന് ഇത്രയും ആക്കി സ്വാമിജി, ഇനി കൂടുതൽ ആക്കരുത് എന്ന് പറയാം, അല്ലേ? എന്തായാലും ഇന്നതെനിക്ക് സുഖം തരും എന്നുള്ള ഡിപ്പെൻഡൻസിയാണ് സംഘം, അതിനോടുള്ള മനസ്സുകൊണ്ടുള്ള ആസക്തി. അപ്പം സംഘാത് സഞ്ജായതേ കാമഃ. ആ സംഘം നമ്മുടെ ഉള്ളിൽ കാമമായിട്ട് പരിണമിക്കും, തീവ്രമാവും. ആ സംഘം മൂത്തതാണ് കാമം. ഇതെനിക്ക് വേണം എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. പിന്നീട് അതിനുവേണ്ടി പ്രവർത്തിക്കും. ആ പ്രവൃത്തി സമയത്ത് ആരെങ്കിലും അതിന് തടസ്സം നിന്നാൽ, എന്തെങ്കിലും അതിനൊരു ദൂരം ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് പെയിൻഫുള്ളായിരിക്കും, അല്ലേ? ആ കാമാത് ക്രോധോഭിജായതേ. കാമത്തിൽ നിന്നാണ് ക്രോധമുണ്ടാകുന്നത്. ആ ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പുറകെ വരുന്ന. ക്രോധാത് ഭവതി സമ്മോഹഃ. നമ്മുടെ ബുദ്ധി ഡെലൂഡഡ് ആവും, നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകും. മൂഢതയാണ് സമ്മോഹഃ. മൗഢ്യം അഥവാ സ്റ്റുപ്പിഡാവും നമ്മളൊക്കെ. നമ്മുടെ ക്രോധം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല ടോക്സിൻസും നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടോക്സിൻസ് കൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകും. ഇൻടോക്സിക്കേറ്റഡ് എന്ന് പറയുന്ന അവസ്ഥയാണ്. മദ്യപാനികളെ പോലെ ഉന്മത്തരായി ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് പിന്നെ എന്താ പ്രവർത്തിക്കുക എന്നറിയില്ല. ഗുരുക്കന്മാരെ അടിക്കുകയാ, അല്ലേ? ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരും ഗുരുക്കന്മാരാണ്, മുതിർന്നവരൊക്കെ ഗുരുക്കന്മാരാണ്. ഇനി മറ്റു ഗുരുക്കന്മാരെ ആണെങ്കിലും മുതിർന്നവരെയൊക്കെ ശാസിക്കുക, അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, അവരെ അടിക്കുക, കയ്യേറ്റം ചെയ്യുക, അതൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ക്രോധത്തിൻ്റെ കാരണമായിട്ടാണ്. അപ്പോൾ അത് എത്ര പാണ്ഡിത്യമുള്ളവരെ അത് ബാധിക്കും. നിയന്ത്രണമില്ലാത്തവരാണെങ്കിൽ പാണ്ഡിത്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീ ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്ന് ദേവി മാഹാത്മ്യത്തിൽ പറയും. എത്ര വലിയ ജ്ഞാനികളാണെങ്കിലും ആ മഹാമായ നമ്മളെ ബലാദാകൃഷ്യ മോഹായ പ്രയച്ഛതി, മോഹത്തിലേക്ക് കൊടുക്കുന്നു എന്നാ. അപ്പൊ മോഹം ബാധിക്കുന്നു, മൂഢത ബാധിക്കുന്നു.
അപ്പൊ കാമക്രോധോദ്ഭവം വേഗം, ആ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഫോഴ്സ്. അപ്പൊ ഈ ഫോഴ്സ് പോണെങ്കിൽ എന്ത് ഫോഴ്സ് കുറയണമെങ്കിൽ എന്ത് വേണം? ഇന്ധനം കുറയണം, അല്ലേ? ഇപ്പൊ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ലൈറ്റുകളൊക്കെ പ്രകാശിക്കുമ്പോൾ അതിന്റെ ചാർജ് കുറഞ്ഞാൽ എന്താവും? വെളിച്ചം മങ്ങി മങ്ങി വരും. നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഗ്യാസിന്റെ ഇത് കുറഞ്ഞാലോ വെറുതെ കത്തുണ്ടാവും, ഫ്ലെയിം ഉണ്ടാവും, പക്ഷെ ചൂടുണ്ടാവുമോ? വേഗവും ഇല്ല അതിന്. നമ്മൾ എത്ര തിരിച്ചു വെച്ചാലും അത് ആ ശബ്ദമൊന്നും വരില്ല. മറ്റേ പുതിയ ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ തിരിച്ചു വെക്കുമ്പോഴേക്കും ഷൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരിക്കും, ആളി കത്തും, അല്ലേ? അപ്പൊ അതെന്താണ്? ഫുൾ ഇന്ധനമാണ്. അപ്പൊ അതുപോലെ ഇവിടെ ഈ വേഗം അഥവാ ഈ ഫോഴ്സിന്റെ ഇന്ധനം എന്താണ്? കാമ ക്രോധ ഉത്ഭവം. ആ കാമവും ക്രോധവും അതാണ് ഇതിന്റെ സ്രോതസ്. ആ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായിട്ടുള്ള വേഗം. അപ്പോ അതിനെ ആരാണോ സോടും ശക്തനോതി ഇഹൈവ, ഈ മനുഷ്യജന്മത്തിൽ തന്നെ ആര് ശക്തനാകുന്നുവോ സഹയുക്ത, അവനാണ് യഥാർത്ഥത്തിൽ യുക്തൻ അഥവാ യോഗി. അഭ്യാസം കൊണ്ട് യോഗാരൂഢൻ എന്നൊക്കെ ഇനി 6-ാം അധ്യായത്തിൽ പറയും. ഒരു കുതിരപ്പുറത്ത് കയറാൻ ശ്രമിക്കുന്ന ഒരാള് ആരുരുക്ഷു ആണ്, അല്ലേ? സാധകനാണ് അയാള്. ആരോടും ഇച്ചു കയറാൻ ആഗ്രഹിക്കുന്നവനെയാണ് ആരുരുക്ഷു എന്ന് പറയുന്നത്. കയറി കഴിഞ്ഞവനെയോ ആരൂഢൻ എന്ന് പറയും. അശ്വാരൂഢൻ, കുതിരപ്പുറത്ത് കയറിയവൻ. അതുപോലെ സിദ്ധനായി അയാള്. ഇനിയിപ്പോ കുതിര അയാൾക്ക് നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ആരാണോ പ്രാക്ടീസ് കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരയെയും ശരീരമാകുന്ന രഥത്തെയും ഒക്കെ ബുദ്ധിയുടെ വൈഭവം കൊണ്ട്, അല്ലേ, ആ ബുദ്ധിയുടെ ദൃഢത കൊണ്ട്, മനസ്സാകുന്ന കടിഞ്ഞാൻ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയുന്നത്, അവനെയാണ് യോഗി എന്ന് പറയുന്നത്. അവൻ അഭ്യാസം കൊണ്ടാണ് യോഗി ആയത്. ആദ്യം കർമ്മയോഗി അഭ്യസിച്ച് ശീലിച്ചു. ആ കർമ്മയോഗം അയാളെ ഒരു പദവിയിൽ എത്തിച്ചു, യോഗി എന്നുള്ളതായിട്ടുള്ള. അപ്പൊ ഇവിടെ യോഗി എന്ന് ഉദ്ദേശിക്കുന്നത് കർമ്മയോഗി എന്ന് തന്നെയാണ്. കർമ്മത്തിലൂടെ ആ ദ്വന്ദ്വങ്ങളെ സഹിച്ച് എല്ലാം ഈശ്വര പ്രസാദമാണെന്ന് ഭാവന ചെയ്ത് എപ്പോഴും ഏതവസ്ഥയിലും ഏത് പ്രതികൂലാവസ്ഥയെയും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത അയാൾ നേടിയെടുത്തു. അപ്പൊ ഏത് ഒരാൾ നമ്മളെ അപമാനിച്ചാലും ഇയാൾ പ്രകോപിതനാവുന്നില്ല. കാരണം ശീലം ആയി, വിചാരം കൊണ്ട് അയാൾക്കത് ശീലമായി എന്ന് പറയാ. ആരെങ്കിലും പുകഴ്ത്തിയാൽ പൊങ്ങുന്നുമില്ല, അല്ലേ? എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയാൽ ഒരുപാട് ഹർഷം പ്രകടിപ്പിക്കുന്നും ഇല്ല. നമുക്ക് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലോ, നമുക്ക് വേണമെന്നുള്ളത് കിട്ടിയില്ലെങ്കിലോ വല്ലാതെ വിഷാദഗ്രസ്തനും ആവുന്നില്ല, ഡെസ്പറേറ്റ് ആവുന്നില്ല. ഇങ്ങനെ ആ ദ്വന്ദ്വങ്ങളെയെല്ലാം ബാലൻസ്ഡാക്കാൻ, നിയന്ത്രിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവനെയാണ് ഇവിടെ യോഗി എന്ന് പറഞ്ഞത്. മറ്റത് കൊച്ചുകുട്ടികളെ പോലെ ആയിരുന്നു നമ്മളൊക്കെ മുമ്പ്, അല്ലേ? എത്ര പ്രായമായിട്ടുള്ളവരും കുട്ടികളെ പോലെ പെരുമാറുന്നത് കാണാം. ദിവസവും ഇപ്പോൾ നമ്മൾ പലർക്കും വാട്സപ്പിൽ ഗുഡ് മോർണിംഗ്, സുപ്രഭാതം ഒക്കെ അയക്കുന്നുണ്ട്. മുതിർന്നവർക്കാണ് കൂടുതലും, അല്ലേ? കുട്ടികൾക്കും ഉണ്ട്. കുട്ടികൾ അയച്ചില്ലെങ്കിൽ ഒരു ദിവസം അയക്കാൻ വൈകിയാൽ ചോദിക്കാറുണ്ട്, ഇന്നെന്താ എനിക്ക് സുപ്രഭാതം അയച്ചില്ല, ഗുഡ് മോർണിംഗ് അയച്ചില്ല എന്നൊരു കുട്ടി വയലന്റ് ആയിട്ട് സങ്കടപ്പെടും. മുതിർന്നവരും അതുപോലെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എത്ര പ്രായമായാലും അവർ മെച്യൂർഡ് ആയിട്ടില്ല എന്നർത്ഥം. ഇപ്പം നമുക്കൊക്കെ ദിവസം എന്ന് പറഞ്ഞാൽ 100 കണക്കിനാണ് രാവിലെ മെസ്സേജസ് വരും. വേണ്ടാന്ന് പറഞ്ഞാലും അവർ അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒഴിവുള്ളപ്പോഴൊക്കെ നമ്മൾ നോക്കും, തിരിച്ചയക്കും. എല്ലാ ദിവസവും നമ്മൾ ട്രാവലിംഗ് ഒക്കെ ആകുമ്പോൾ പറ്റുമോ? അപ്പോഴാണ് ഇവർക്ക് പരിഭവം. ഈ പ്രായം, നല്ലോണം പ്രായമായിട്ടുള്ള അമ്മമാർക്കാണ് കൂടുതൽ പരിഭവം. സ്വാമിയുടെ ഒരു സുപ്രഭാതം കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ ദിവസം തുടങ്ങാമെന്നാണ് പലരും വിചാരിക്കുന്നത്. അപ്പം ഇനി കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുക, അല്ലേ? ആർക്കും ഒന്നും കൊടുക്കണ്ട, തിരിഞ്ഞു നോക്കണ്ടെന്ന് വിചാരിക്കേണ്ടി വരും. കാരണം നമ്മൾ കാരണമായിട്ട് അവർ വിഷമിക്കുന്നു, കാത്തിരിക്കുന്നു. അപ്പൊ അതിനെ സഹിക്കാൻ കഴിയണം. ആ മെച്യൂരിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർമ്മയോഗം അഭ്യസിച്ച് ഒരു മെച്യൂർഡ് ആവുന്നവനാണ് യുക്ത എന്ന് പറയുന്നത്. യുക്ത എന്ന് പറഞ്ഞാൽ യോഗയുക്ത, കർമ്മയോഗയുക്ത. അവൻ്റെ മനസ്സ് ബാലൻസ്ഡായി. സസുഖി നരഹ, സഹ നരഹ സുഖി.
അവനാണ് നരനായിട്ടുള്ളൂ. ഇതുവരെ അവൻ ബാലനാണ്, കുട്ടിയാണ്. ഇപ്പം നരനായി. നരത്വം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യത്വം, അറിവുള്ളവനെയാണ് നരൻ എന്ന് പറയുക. ജ്ഞാനമുള്ളവനെയാണ് നരൻ എന്ന് പറയുക. നരനെ സംബന്ധിച്ചതാണ് നാരം. നാരം എന്നാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. നാരമുള്ളവൻ നരൻ. അപ്പോൾ നല്ല അറിവുള്ളവനാണ് അവൻ. അവൻ സുഖിയായി ഭവിക്കുന്നു എന്ന. അപ്പൊ ഇവിടെ ആരാണോ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ശരീര വിമോക്ഷണാത് പ്രാക്ക് അഥവാ ആ മരണാത് മരണസീമാകരണം ജീവത അവശ്യം ഭാവി കാമക്രോധോദ്ഭവോ വേഗ അനന്തനിമിത്തവാൻ ഹി സയിതി. ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു, എന്തുകൊണ്ടാ മരണം വരെ എന്ന് പറഞ്ഞത്? മരണം വരെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ കാമക്രോധോദ്ഭവം വേഗം വരാം. ചിലപ്പോൾ നമുക്ക് ഏതാനും ദിവസങ്ങൾ കുറച്ച് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. എന്ത് കാരണം കൊണ്ട്? നമുക്കെല്ലാം അനുകൂലമായിരിക്കുന്നത് കൊണ്ട്. ഞാൻ വളരെ ഓക്കെയാണ്, എനിക്കിനി എന്നെ കാമം ബാധിക്കില്ല, ക്രോധം ബാധിക്കില്ല എന്നൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തു, ഞാൻ യോഗിയാണ് എന്നൊക്കെ ഭാവിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നമ്മളെ ക്രോധിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മമായിട്ടുണ്ടായിരുന്ന ഏതൊക്കെയോ ആഗ്രഹങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവുക. അതിനുള്ള സാഹചര്യം ഒരുങ്ങി വരുമ്പോൾ ആ പ്രലോഭനത്താൽ നമ്മൾ വശീകരിക്കപ്പെട്ട് വലിച്ചഴക്കപ്പെട്ട് നമ്മുടെ ആ ബാലൻസ് പോകും. അങ്ങനെ എത്രയോ കഥകൾ നമ്മുടെ പുരാണങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, അല്ലേ? പുരാണങ്ങളിൽ പല ഋഷിമാരും അപ്സരസുകൾ വന്ന് നൃത്തം വയ്ക്കുമ്പോൾ ആ പ്രലോഭനത്തിൽപ്പെട്ട് അവരുടെ തപസ് ഉപേക്ഷിക്കുന്നത്, വിശ്വാമിത്രാദികളുടെ പോലും കഥകൾ, അല്ലേ? അദ്ദേഹത്തിന് മേനകയിൽ ആ ശകുന്തള ഉണ്ടാകുന്ന കഥയൊക്കെ നമുക്കറിയാം. അതുപോലെ ഭാഗവതത്തില് സൗഭരി എന്നൊരു മഹർഷിയുണ്ട്. ആ സൗഭരി മഹർഷി കാളിന്തി നദിയിൽ മുങ്ങിക്കിടന്നുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു വർഷങ്ങളോളം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ മത്സ്യത്തെ പോലെ ചെതുമ്പൽ വന്നു വെള്ളത്തിൽ കിടന്നിട്ട്. അങ്ങനെ എത്രയോ എല്ലാം ഉപേക്ഷിച്ച് വന്ന ആളാണ്. കുടുംബം എല്ലാം ഉപേക്ഷിച്ച്, ഭാര്യ മക്കളെല്ലാം ഉപേക്ഷിച്ച്, തനിക്കിനി ലോകവുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞിട്ട് മുങ്ങിക്കിടന്നതാണ്. അങ്ങനെ കിടന്ന അദ്ദേഹത്തിന് ഒരിക്കൽ കണ്ണു തുറന്നപ്പോൾ മത്സ്യങ്ങളുടെ ദാമ്പത്യം കാണാനിടയായി. നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന കുറച്ച് മത്സ്യങ്ങൾ, ഭാര്യ ഭർത്താവ് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് നീന്തി കളിക്കുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എനിക്കും ഇതുപോലെ ആവണം എന്ന്. ആ മത്സ്യങ്ങളെ കണ്ടുള്ളൂ. മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ട് തനിക്ക് ആ ആഗ്രഹം ജനിച്ചു. അദ്ദേഹം ഉടനെ തന്നെ വെള്ളത്തിൽ നിന്ന് കയറി ഈ ചെതുമ്പലോടുകൂടി നേരെ പോയത് അന്ന് നമ്മുടെ സൂര്യവംശത്തിലെ മാന്ധാത എന്ന് പറയുന്നതായിട്ടുള്ള രാജാവാണ് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് 50 പെൺകുട്ടികളുണ്ട്, അപ്പോൾ എനിക്കൊരു പെൺകുട്ടിയെ അങ്ങ് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടിട്ട് അദ്ദേഹം വളരെ ധർമ്മനിഷ്ഠനാണ്. അപ്പം അദ്ദേഹം വിചാരിച്ചു, തൻ്റെ മക്കളെ എങ്ങനെ ഇങ്ങനൊരാൾക്ക് കൊടുക്കുക? അപ്പം അദ്ദേഹം പറഞ്ഞു, അകത്ത് അന്തഃപുരത്തിൽ ചെന്ന് 50 പേരുണ്ട് എൻ്റെ മക്കൾ, ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് പൊക്കോളൂ എന്ന്. ഇദ്ദേഹം എന്ത് ചെയ്തു? അകത്തേക്ക് പ്രവേശിച്ചുള്ള തൻ്റെ ശരീരം തൻ്റെ തപസ്സിൻ്റെ സിദ്ധി കൊണ്ട് നല്ല കാമദേവനെ പോലെയാക്കി, സുന്ദരനാക്കി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ 50 പേരും മത്സരം, ഞാനാണ് ഇയാൾക്ക് യോഗ്യൻ, ഞാനാണ് ഇയാളുടെ ഭർത്താവാകാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ യുദ്ധം അല്ലെങ്കിൽ മത്സരമായി എന്ന് പറയുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, 50 പേരും പോന്നോളൂ എന്ന്. അന്തപുരത്തുനിന്ന് 50 കന്യകമാരുമായിട്ട് ഇദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ എന്ന്. 50 പേരെയും കൊണ്ട്. രാജാവിന് നിവൃത്തിയില്ല, അദ്ദേഹം വാക്കുകൊടുത്ത ധർമ്മനിഷ്ഠനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് വളരെ വർഷങ്ങൾ 50 ഭാര്യമാരുമായി ഓരോന്നിലും 100 സന്തതികൾ വീത 5000 മക്കളുണ്ടായി എന്നൊക്കെ കഥ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കി ചിന്തിച്ചത്, അയ്യോ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വെള്ളത്തിൽ തപസ് ചെയ്ത ആള് ഇപ്പൊ മഹാസംസാരിയായിട്ട് മാറിയിരിക്കണു എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ഭാര്യമാർ വിടാൻ തയ്യാറില്ല. ഭാര്യമാർ പറഞ്ഞു, ഞങ്ങളും ഉണ്ട് കൂടെ, അങ്ങ് സന്യസിച്ച് പോകണമെങ്കിൽ ഞങ്ങൾക്കും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവരും കൂടെ ചെന്നാണ് പിന്നെ കാട്ടിൽ ചെന്ന് ഈശ്വര ഭജനം ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കാലം എടുത്തിട്ടുണ്ടാവും അല്ലേ? ഈ 50 ഭാര്യമാരെയും കൂടെ കൊണ്ടുപോയാൽ തപസ് ചെയ്യാൻ സൗകര്യം ഉണ്ടാവുമോ? ഇവർ ഓരോരുത്തരുടെയും പ്രശ്നം പരിഹരിക്കണ്ടേ? അപ്പം എന്തായാലും ഇങ്ങനെ എന്താ പറയുക, പതനം സംഭവിച്ച വഴിതെറ്റിയതായിട്ടുള്ള എത്രയോ ആളുകൾ നമുക്ക് ഉദാഹരണമായിട്ട് കാണിച്ചു തരികയാണ്. നമ്മുടെ ധ്രുവചരിതത്തിലെ ധ്രുവൻ എന്ന ബാലൻ
അദ്ദേഹം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് കോപമടക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉത്തമനെ ഒരു യക്ഷൻ കൊന്നു. കുബേരന്റെ ഭൃത്യനായിട്ടുള്ള ഒരു യക്ഷൻ വധിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ, ഉത്തമന്റെ അമ്മ, ഇദ്ദേഹത്തെ ഉപദ്രവിച്ച ചെറിയമ്മ സുരുചി ഈ ഉത്തമനെ അന്വേഷിച്ച് കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു. അത് ഈശ്വര നിശ്ചയം. ഈശ്വരൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ പ്രത്യക്ഷനായില്ലേ? ധ്രുവകുമാരൻ 6 മാസത്തെ കഠിന തപസ് അനുഷ്ഠിച്ചപ്പോൾ പ്രത്യക്ഷമായപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നിന്റെ ജീവിതം, ഭാവി പ്രവചിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിന്റെ അനുജൻ ഒരു യക്ഷനാൽ വധിക്കപ്പെടും, കാട്ടിൽ നായാട്ടിന് പോകുമ്പോൾ നിന്റെ ചെറിയമ്മ കാട്ടുതീയിൽപ്പെട്ട് മരിക്കും, നീ യുദ്ധം ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. അത് സൂചന കൊടുത്തു ഭഗവാൻ, ഇങ്ങനെയൊക്കെ സംഭവിക്കുക, അതൊക്കെ എൻ്റെ നിശ്ചയമാണ്, എൻ്റെ സ്ക്രിപ്റ്റിലുള്ളതാണ്, ഇവിടെ എല്ലാം നടക്കുന്നത് എൻ്റെ സ്ക്രിപ്റ്റിനനുസരിച്ചാണ്, അതുകൊണ്ട് നീ പരിഭ്രമിക്കേണ്ടതില്ല, നിനക്ക് കോപം വരേണ്ടതില്ല, നീ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഇയാളുടെ ഉള്ളിലുള്ള ഈ രജോ ഗുണം, അയാൾക്ക് ഉള്ളിൽ ഈ യക്ഷന്മാരോട് വിദ്വേഷം വളർത്തി അദ്ദേഹം കുബേരനോടും, ആ കുബേരനാണ് യക്ഷന്മാരുടെ രാജാവ്, ആ യക്ഷന്മാരോടും ചെന്ന് അനേക യക്ഷന്മാരെ കൊന്നൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായിട്ടുള്ള സ്വയംഭുവ മനു വന്ന് ഇദ്ദേഹത്തെ ശാസിക്കുന്നുണ്ട്. നീ എന്താ ഈ കാണിക്കണത്? ഏതോ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു യക്ഷൻ നിന്റെ അനുജനെ വധിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര നിരപരാധികളെയാണ് നീ കൊന്നൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ശാസിക്കുന്നുണ്ട്. അങ്ങനെ ശാസിച്ച് ഭഗവാന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അദ്ദേഹം ശാന്തനായത്, യുദ്ധത്തിൽ നിന്ന് വിരമിച്ചത്. പിന്നെ കുബേരൻ തന്നെ ഇദ്ദേഹത്തിന് പ്രസാദിച്ച് വരം കൊടുക്കുന്നുണ്ട്. എന്താ വരം വേണ്ടത് ചോദിച്ചപ്പോൾ എനിക്ക് ഭഗവാനിലുള്ള ഭക്തി തരൂ എന്നാ. അപ്പൊ അപ്പോഴേ ഭക്തി ചോദിക്കുന്നുള്ളൂ. അതാണ് ഭക്തി. അതുവരെ മുമ്പുണ്ടായിരുന്ന ഭക്തി എന്തായിരുന്നു? കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അർത്ഥാർത്ഥി ഭക്തിയായിരുന്നു ധ്രുവന്റെ ഭക്തി എന്ന് പറയാം. നമ്മൾ 7-ാം അധ്യായത്തിൽ പഠിക്കും ഭഗവാൻ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ 4 തരം ഭക്തികളിൽ അർത്ഥാർത്ഥി ഭക്തിയാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതം നോക്കിയാലും കാമക്രോധോദ്ഭവം വേഗം സഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, ഈ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള തള്ളല്. കാരണം എന്തുകൊണ്ടാണ്? അത്രയും ശക്തി അതിൻ്റെ ഉള്ളിൽ സംഭരിച്ചു വെച്ചിരിക്കുകയാണ്, ഈ കാമവും ക്രോധവും. എങ്ങനെയാണ് ഈ കാമം ക്രോധത്തിന് ശക്തി ഉണ്ടായത്? സങ്കല്പം കൊണ്ടാണ്. സങ്കല്പ പ്രഭവാൻ കാമാൻ എന്ന് 4-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പൊ സങ്കല്പം, നിരന്തരമായ സങ്കല്പം കൊണ്ടാണ് ഈ കാമവും ക്രോധവും ശക്തി പ്രാപിച്ചത്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക? ഈ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ശക്തിയെ കുറയ്ക്കാൻ എന്താ വഴി? അതിനും സങ്കല്പം തന്നെയാ വഴി. എന്ത് സങ്കല്പം? ശരിയായ വിചാരം ചെയ്യണം. മുമ്പ് പറഞ്ഞതായിട്ടുള്ള ശ്ലോകങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ അവനവൻ തന്നെ വിചാരം ചെയ്യണം. ഈ ലോക വിഷയങ്ങളുടെ അനിത്യത്വത്തെ, അല്പത്വത്തെ, അതിൻ്റെ ക്ഷുദ്രതയെക്കുറിച്ച് വിചാരം ചെയ്ത് ഇതൊന്നും നമുക്ക് സുഖം തരാൻ പര്യാപ്തമായിട്ടുള്ളതല്ല, അതുകൊണ്ട് ഇതിനെ കാമിക്കലാണ് എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം, അതുതന്നെയാണ് എൻ്റെ ക്രോധത്തിന് കാരണം, എനിക്ക് എൻ്റെ ഉള്ളിൽ വേദനകൾ ഉണ്ടാകുന്നത്. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ട്. ആ പെയിനെ ആണ് നമ്മൾ ക്രോധമായിട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഈ പെയിൻ ഉണ്ടാവാൻ കാരണം എന്താണ്? ആഗ്രഹങ്ങളുടെ ആധിക്യമാണ്, ആഗ്രഹങ്ങളുടെ ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ആഗ്രഹങ്ങളെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചൂടെ? അതിനാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമാക്കി ചെയ്യാൻ പറയുന്നത്. എല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഈശ്വരൻ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം അപ്പപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ തമ്പുരാൻ എന്ന് പറയാനാവണം. നമുക്ക് വേണ്ടതെല്ലാം സമയാസമയം നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കെ മരണത്തിന് മുമ്പ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ കാമക്രോധം ബാധിക്കാം. അടങ്ങിയെന്ന് വിചാരിക്കരുത്. ശത്രു ഉള്ളില് ഒളിഞ്ഞിരിക്കേണ്ട തക്കം പാർത്തുകൊണ്ട്. അതുകൊണ്ട് തസ്മാത് ജാഗ്രത എന്നാണ് ആചാര്യ പറയുന്നത്. അപ്പോൾ അവശ്യം ഭാവി കാമക്രോധോദ്ഭവ വേഗ അനന്തനിമിത്തവാൻ ഹി സഹ. പല കാരണങ്ങളെ കൊണ്ട് ഈ കാമക്രോധങ്ങൾ ഭവിക്കാമെന്ന. അപ്പൊ യാവത് മരണം താവത് ന വിശ്രംഭണീയ ഇത്യർത്ഥ. മരണപര്യന്തം ഇതിനെ വിശ്വസിച്ചുകൂടാന്ന. അടങ്ങി എന്ന് വിശ്വസിക്കാൻ ആർക്കും ഇതില്ല. അപ്പോൾ ആ ജ്ഞാനനിഷ്ഠ സ്ഥിതപ്രജ്ഞത്വം വന്നാൽ മാത്രമേ, അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവർ പോലും നമുക്ക് മാതൃക കാണിച്ചു തരുന്നു, ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട്. അവർ പോലും അവരുടെ തപസ്സിൽ നിന്ന് പിന്തിരിയുന്നില്ല, അനാവശ്യമായിട്ടുള്ള രംഗങ്ങളിലേക്ക് അവർ ചെല്ലുന്നില്ല.
അനാവശ്യ വിഷയങ്ങളുമായിട്ട് അവർ ബന്ധപ്പെടുന്നില്ല എന്നർത്ഥം. അങ്ങനെ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ് നമുക്ക് കാമക്രോധങ്ങളെ ഉത്ഭവിപ്പിക്കുന്നത്. അപ്പോൾ കാമഃ ഇന്ദ്രിയഗോചരപ്രാപ്തേ ഇഷ്ടേ വിഷയേ ശ്രൂയമാണേ സ്മര്യമാണേ വ അനുഭൂതേ സുഖഹേതൗ യാ ഗർദിഹി തൃഷ്ണ സാ കാമഃ. നമുക്ക് ഇഷ്ടമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ദ്രിയത്തിന് വിഷയമാകുമ്പോഴോ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സ്മരിക്കുമ്പോഴോ അനുഭവിക്കുമ്പോഴോ അതിൽ സുഖമുണ്ട് എന്നുള്ള ഗർദി അഥവാ ഘൃതി അഥവാ കൊതി, ആ കൊതിയാണ്, ആ തൃഷ്ണയാണ് കാമം എന്ന് പറയുക. ക്രോധഃ ച ആത്മനഃ പ്രതികൂലേഷു ദുഃഖഹേതുഷു ദൃശ്യമാനേഷു ശ്രൂയമാണേഷു സ്മര്യമാണേഷു വായോ ദ്വേഷഃ സ ക്രോധഃ. അപ്പോൾ ക്രോധം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികൂലമായിരിക്കുന്നതും ദുഃഖ കാരണമായി നമ്മൾ ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ സ്മരിക്കുമ്പോഴോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ വികാര വിക്ഷോഭം, വികാര പാരവശ്യം. ആ വികാര പാരവശ്യമാണ് ഇവിടെ വേഗം എന്ന് പറയുന്നത്. വേഗം എന്നാൽ ആ ഫോഴ്സ്, നമ്മളെ പരവശരാക്കുന്നു ഈ ശക്തി. അപ്പൊ അതിനെ ജയിക്കാൻ കഴിയണം, അതിന് നിരന്തരം ജാഗ്രതയോടെ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു അലേർട്ട്നെസ്സിന്റെ ആവശ്യകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ സാധകനാണെങ്കിലും ഇനി സിദ്ധനായി എന്ന് സ്വയം ഭാവിക്കരുത്. ഞാൻ സിദ്ധനായി, എനിക്ക് കാമക്രോധങ്ങളെ ജയിക്കാൻ കഴിഞ്ഞു, ഇനി അതെന്നെ ബാധിക്കില്ല എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ പെടും എന്ന് കാണിക്കുകയാണ്. തൗ കാമക്രോധൗ ഉത്ഭവോ യസ്യ വേഗസ്യ സ കാമക്രോധോദ്ഭവോ വേഗഃ. കാമക്രോധങ്ങൾ ഉത്ഭവമായിരിക്കുന്നത് ഏതൊരു ശക്തിക്കാണോ ഏതൊരു വേഗത്തിനാണോ അതിനാണ് കാമക്രോധോദ്ഭവ വേഗം എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണം എന്താണെന്ന് ആചാര്യം പറയണം. രോമാഞ്ചന ഹൃഷ്ട നേത്ര വദനാദിലിംഗ അന്ധക്കരണ പ്രക്ഷോഭരൂപ കാമോദ്ഭവോ വേഗ. അപ്പൊ ശരീരത്തില് കാമത്തിന്റെ വേഗം എങ്ങനെയാ പ്രകടമാകുക? രോമാഞ്ചം, അതുപോലെ ഹർഷം, ഹൃഷ്ടനേത്രം, കണ്ണൊക്കെ വികസിക്കും. നമുക്കിഷ്ടമുള്ള വസ്തുക്കളെ കാണുമ്പോൾ നമ്മളെ കണ്ണ് വികസിക്കും, വായ പൊളിക്കും, ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവും. രോമാഞ്ചന ഹൃഷ്ടനേത്ര വദനാദി ലിംഗ. വദനം ഹൃഷ്ടമാവുക, മുഖത്ത് പ്രസാദം ഉണ്ടാവുക, ഇതൊക്കെ അടയാളമാണ്. അതുപോലെ അന്ധക്കരണ പ്രക്ഷോഭരൂപ കാമോദ്ഭവോ വേഗ. അന്ധക്കരണത്തിൽ പ്രക്ഷോഭമുണ്ടാവും കാമത്തിൽ നിന്നുള്ള വേഗം കൊണ്ട്. നമ്മളെ പിടിച്ചു വലിക്കുന്നത് പോലെ ഒരു പരവശത, ഒരു വേദനയൊക്കെ നമുക്ക് അനുഭവപ്പെടും. അതാണ് കാമോദ്ഭവം, നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ശക്തി. ഇപ്പോൾ ഗാത്രപ്രകമ്പ പ്രസ്വേദ സന്തഷ്ട ഔഷ്ഠപുട രക്തനേത്രാദിലിംഗ ക്രോധോദ്ഭവോ വേഗ. എന്താ ക്രോധോദ്ഭവം വേഗം എങ്ങനെയാ അറിയുക? എങ്ങനെയാ നിങ്ങൾക്ക് ക്രോധത്തിന്റെ വേഗത വരുന്നുണ്ട്, ക്രോധത്തിന്റെ ആധിക്യം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ലക്ഷണം എന്താണ്? ഗാത്രപ്രകമ്പം എന്ന് പറഞ്ഞാൽ ശരീരം വിറയ്ക്കുക, അതുപോലെ പ്രസ്വേദം എന്ന് പറഞ്ഞാൽ വിയർക്കുക, സാധാരണയിലും കവിഞ്ഞ് വിയർക്കുക, അതുപോലെ സന്തഷ്ട ഔഷ്ഠപുട. ഔഷ്ഠപുടം എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ, ആ ഓഷ്ഠപുടങ്ങളെ ദംശിക്കുക, കടിക്കുക ദേഷ്യം കൊണ്ട്. രക്തനേത്രാദിലിംഗ, രക്തനേത്രം കണ്ണ് ചുവക്കുക. അപ്പൊ ഇതൊക്കെ ക്രോധത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് വരുന്ന കണ്ടാൽ മനസ്സിലാക്കുക, എന്നെ ക്രോധം ബാധിച്ചു, ക്രോധവേഗം എന്നെ എടുത്തോണ്ട് പോവാണ് എന്ന് മനസ്സിലാക്കി നിയന്ത്രിക്കാനുള്ള അലേർട്ട്നെസ് അവനവന് തന്നെ ഉണ്ടാവണം എന്നർത്ഥം. അവനവന്റെ ഉള്ളിലാണ് ഈ അലേർട്ട്നെസ് ഉണ്ടാവേണ്ടത്. അപ്പൊ തം കാമക്രോധോദ്ഭവം വേഗം യഹ ഉത്സഹതേ പ്രസഹതേ സോടും പ്രസഹിതും സയുക്തോ യോഗി സുഖീച്ച ഇഹലോകേ നരഹ. ആ കാമക്രോധോദ്ഭവമായ വേഗത്തെ, ശക്തിയെ, ഫോഴ്സിനെ ഇവിടെ തന്നെ ആരാണോ സഹിക്കുവാൻ, നിയന്ത്രിക്കുവാൻ ശക്തനാകുന്നത് അവനാണ് യുക്തൻ അഥവാ യോഗി, അവനാണ് സുഖി. അവൻ ഇവിടെ സുഖം അനുഭവിക്കുന്നു. അപ്പൊ സുഖം വേണോ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ മനസ്സിനെ നിയന്ത്രിക്കുക. ആ മനസ്സിൽ വിചാരം കൊണ്ട് നിയന്ത്രിക്കുക. മനസ്സിനെ ബുദ്ധി കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. ബുദ്ധിയെ സാരഥിയായിട്ട് കൽപ്പിച്ച ഉപനിഷത്ത് അല്ലേ? ആ ബുദ്ധിയാകട്ടെ നമ്മുടെ സാരഥി. ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ ഇവയൊക്കെ നിയന്ത്രിക്കുന്ന സാരഥി ബുദ്ധിയാകട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ത് ബുദ്ധിയാണ്? സംസ്കാരമുള്ള ബുദ്ധി, ശാസ്ത്രശ്രവണം കൊണ്ട് സംസ്കരിക്കപ്പെട്ട ബുദ്ധി. ധാരാളം ശാസ്ത്രശ്രവണം കൊണ്ട് നമ്മുടെ ബുദ്ധിക്കൊരു തെളിവ് വരാനുണ്ട്. എല്ലാ വിഷയത്തിലും വിചാരം ചെയ്ത് മൂർച്ച കൂട്ടിയ, ശക്തി കൂട്ടിയ ബുദ്ധി, ക്ലാരിറ്റി ഉള്ളതായിട്ടുള്ള ബുദ്ധി. ആ ബുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സിനെയും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും, മനസ്സാണ് ഇന്ദ്രിയങ്ങളെ തള്ളുന്നത്, ഈ മനസ്സിനാണ് ഈ വേഗമെല്ലാം വരുന്നത്. അപ്പൊ ആ വേഗം കൊടുക്കുന്നത് ആരാണ്? ബുദ്ധിയാണ്. ബുദ്ധിയിലാണ് കാമത്തിന്റെ ഉത്ഭവം. സങ്കല്പ പ്രഭവാൻ കാമ എന്നാ പറഞ്ഞത്. അപ്പൊ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്
ബുദ്ധിയിലാണ് ആദ്യം ഡിസയേഴ്സ് ഉണ്ടാകുന്നത്. അത് മനസ്സിലൂടെ വൃത്തികളായി തള്ളലായി വരുന്നു. അതുകൊണ്ട് അതിനെ ആരാണോ ഇവിടെ നിയന്ത്രിക്കുന്നത് അവൻ ബ്രഹ്മപ്രാപ്നോതി. അല്ല, കഥം ഭൂതഃ ച ബ്രഹ്മണി സ്ഥിതോ ബ്രഹ്മപ്രാപ്നോതി ഇതിയാഹ. എങ്ങനെയുള്ളവനാണ് ബ്രഹ്മത്തിൽ ഉറച്ചു നിന്ന് ബ്രഹ്മത്തെ പ്രാപിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ ഈ ഒരു അഭ്യാസം കൊണ്ട് അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് തുടർന്ന് ശ്ലോകങ്ങൾ. യോന്തസുകൊന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യോന്തസുഖോന്തരാരാമഃ തദാന്തർജ്യോതിരേവ യഃ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഇപ്പൊ സയോഗി ബ്രഹ്മനിർവാണം അധിഗച്ഛതി എന്ന സ്റ്റേറ്റ്മെന്റ്. സയോഗി, ഇങ്ങനെയുള്ള മുൻ പറഞ്ഞ യോഗി, കർമ്മയോഗം അനുഷ്ഠിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് കാമക്രോധോദ്ഭവമായ വേഗത്തെ എപ്പോഴും നിയന്ത്രിക്കാൻ ശക്തിയുള്ളവനാണ് യോഗി. അവൻ ബ്രഹ്മഭൂതഃ ബ്രഹ്മനിർവാണം അധിഗച്ഛതി. ബ്രഹ്മഭൂതഃ എന്ന് അവനെ വിശേഷിപ്പിക്കുന്നു. അവൻ ബ്രഹ്മഭൂതൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായി ഭവിച്ചവൻ. ബ്രഹ്മമായി ഭവിക്കുന്നു. എങ്ങനെയത് ബ്രഹ്മമായി ഭവിക്കുന്നത്? വെറുതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രം ബ്രഹ്മമായിട്ട് ഭവിക്കില്ല. അപ്പൊ അതിനുള്ള വിദ്യ, ജ്ഞാനം നേടണം. ആ ജ്ഞാനത്തിനുള്ള അധികാരിയായി ഇപ്പോ കർമ്മയോഗം കൊണ്ട് ഈ നിയന്ത്രണമെല്ലാം നേടി, ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, അതുപോലെ അന്ധക്കരണ ശുദ്ധി, ഇതെല്ലാം നേടിയതായിട്ടുള്ള ഒരാൾ, ഒരു സാധകൻ ഗുരുവിൽ നിന്ന് ശാസ്ത്ര ശ്രവണം ചെയ്യാനുള്ള അർഹത നേടി. അങ്ങനെ ആ ശാസ്ത്രശ്രവണ മനന നിധിധ്യാസനങ്ങളാണ് അവനെ ബ്രഹ്മഭൂതനാക്കുന്നത്. അവൻ ബ്രഹ്മഭൂതൻ തന്നെയാണ്, അല്ലേ? എപ്പോഴും ബ്രഹ്മം തന്നെയാണ് എല്ലാവരുടെയും സ്വരൂപം. പക്ഷെ മറച്ചിരുന്നത് എന്താണ്? അവനവൻ്റെ സ്വരൂപത്തെ മറച്ചിരുന്നത് അവനവൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഈ കാമക്രോധങ്ങൾ, അല്ലെങ്കിൽ രാഗദ്വേഷങ്ങൾ, അല്ലെങ്കിൽ ഈ അന്ധക്കരണ മാലിന്യങ്ങൾ, രജോ ഗുണം, തമോ ഗുണം. രജോ ഗുണത്തിൽ നിന്നാണ് കാമവും ക്രോധവും ഒക്കെ ഉണ്ടാവുന്നതെന്ന് മുമ്പ് 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ രജസ്സാണ് നമ്മുടെ ആത്മാവിനെ മറയ്ക്കുന്നത്. രജസ് ധൂളികൾ പോലെയാണ്. അന്തരീക്ഷത്തിൽ ധാരാളം ധൂളികൾ വന്നു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന വസ്തുക്കളെ കാണില്ല. അപ്പൊ അതുപോലെ നമ്മുടെ അന്ധക്കരണം ആകെ ധൂളികളെ കൊണ്ട് മലിനമാണ്. അതുപോലെ ഇരുട്ടുണ്ട് അവിടെ, അതാണ് തമസ്. എന്താണ് ഇരുട്ട്? ജ്ഞാനമില്ലായ്മ, വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ബോധമില്ലായ്മ, താൻ ആരാണെന്നുള്ള ബോധമില്ലായ്മ. അപ്പൊ ഇത് രണ്ടും മാറണമെങ്കിൽ ധൂളികൾ മാറാൻ വേണ്ടി കർമ്മയോഗവും, ഇതുവരെ നമ്മൾ ആർജിച്ചതായിട്ടുള്ള കർമ്മവാസനകളാണ് ഇവിടെ ധൂളികളായിട്ട് ഈ അന്ധകരണമാകുന്ന ആകാശത്തെ മലിനമാക്കിയിരിക്കുന്നത്, ഇവിടെയുള്ള ആത്മസൂര്യൻ പ്രകാശിക്കാതിരിക്കുന്നത്. ഇപ്പം മഞ്ഞുകാലത്ത് സൂര്യനെ കാണാൻ പ്രയാസമാണല്ലോ, അല്ലേ? ഹിമാലയത്തിൽ പോയി നോക്കണം, ചന്ദ്രനെ പോലെ തോന്നും സൂര്യൻ. നല്ല ശീതളനായിട്ട്, നല്ല എന്താ പറയുക, ചന്ദ്രനെ പോലെ ചെറുതായിട്ട് മങ്ങിയിട്ടേ കാണുള്ളൂ മഞ്ഞുകാലത്ത്, അല്ലാതെ ചൂടില്ല അവിടെ. ചിലപ്പോൾ കാണുകയില്ല, മഞ്ഞ് തീവ്രമാണെങ്കിൽ കാണാനേ പറ്റില്ല. അപ്പം അതുപോലെയാണ് പലരുടെയും ഉള്ളിൽ ഈ ആത്മസൂര്യൻ പ്രകാശിക്കാതിരിക്കുന്നത് ഈ തമോ ഗുണവും രജോ ഗുണവും കൊണ്ടാണ്. അപ്പം ഈ തമോ ഗുണം നീങ്ങാൻ ജ്ഞാനം, അത് ഗുരുവിൽ നിന്ന് ഈ എന്താ പറയുക, ഉപനിഷത് ജ്ഞാനം, വേദാന്ത ജ്ഞാനം, തത്വമസ്യാദി മഹാവാക്യ ഉപദേശ, അതിനെക്കുറിച്ച് മനന നിധിധ്യാസനം ചെയ്ത ജ്ഞാനം. അതുകൊണ്ട് തമോ ഗുണം നീങ്ങും. രജോ ഗുണം നീങ്ങാൻ എന്ത് വേണം? കുറച്ച് പണിയുണ്ട് എന്നർത്ഥം. അതാണ് പൂർവാധ്യായത്തിലും പറഞ്ഞു. ധൂമേനാവ്രിയതേ വന്നിഹി യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭഃ തദാ തേനേദമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്തേയ ദുഷ്പൂരേണാനലേന ച. ആ കാമം നമ്മുടെ ഉള്ളില് പല ആളുകളിൽ പല തലങ്ങളിലാണത്. ചിലരിൽ സാത്വികമായ കാമമാണ്, ചിലരിൽ രാജസകാമങ്ങളാണ്, ചിലരിൽ താമസകാമമാണ്. ഈ താമസകാമവും രാജസകാമവുമാണ് നമുക്ക് ദുഃഖ കാരണം. സാത്വിക കാരണങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് നമ്മളെ ബൈൻഡ് ചെയ്യുന്നില്ല. അത് ധാർമ്മികങ്ങളായ കാമങ്ങളായിരിക്കും മിക്കവാറും.
ധാർമ്മികങ്ങളായ കാമത്തിൽ നമുക്ക് നിർബന്ധ ബുദ്ധിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന പല കാര്യങ്ങളും, അല്ലേ? നമുക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിച്ച് രാത്രി കിടക്കും. ആഗ്രഹം നല്ലതാണ്, അത് സാത്വികമായിട്ടുള്ള കാമമാണ്. പക്ഷെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റാറുണ്ടോ? അതിൽ നിർബന്ധ ബുദ്ധിയില്ല, അവിടെ വേഗമില്ല. എന്തില്ല? കാമോദ്ഭവം വേഗമില്ല. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ വളരെ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിലോ, രാവിലെ എഴുന്നേറ്റാലേ അത് സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിലോ വേഗമുണ്ട്, അല്ലേ? അപ്പൊ ഈ വേഗമാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. ഈ വേഗം രജസ്സിനും തമസിനും മാത്രമേ ഉള്ളൂ. രജോ ഗുണം തമോ ഗുണം ഇതാണ് നമ്മുടെ ഉള്ളിൽ പ്രഷർ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗുരുനാഥന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബൈൻഡിങ് ഡിസയേഴ്സ്. മറ്റത് നോൺ ബൈൻഡിങ് ആണ്. സാത്വികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളെ കാര്യമായിട്ട് ബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, 7-ാം അധ്യായത്തിൽ പറയും, ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഭൂതേഷു ധർമ്മ അവിരുദ്ധ കാമ അഹമസ്മീന. ധർമ്മവിരുദ്ധമല്ലാത്ത ധാർമ്മികമായ കാമം ആരാണ്? ഭഗവാന്റെ അംശം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. കാമമില്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല. ഭഗവാന്റെ ആ ഒരു മായയുടെ ഒരു ശക്തിയാണ് കാമം. ഭഗവാന്റെ പുത്രനായിട്ടാണ് ഭാഗവതത്തിൽ പ്രദ്യുമ്നൻ എന്ന് കാമദേവന്റെ അവതാരമാണ്. ബുദ്ധിയുടെ ദേവതയാണ്. അപ്പൊ കാമം ആണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. എനിക്കും നിങ്ങൾക്കൊന്നും കാമമില്ലെങ്കിൽ ഇപ്പോൾ ഈ പരിപാടിയില്ല. ഇതൊരു സൃഷ്ടിയാണ്, അല്ലേ? ഇപ്പൊ സ്വാമിജിയുടെ ഒരു ക്ലാസ് എന്ന സൃഷ്ടി, ഇതിൽ എൻ്റെ ഉള്ളില് ഈ ക്ലാസ് ഇവിടെ ഈ സമയത്ത് നടക്കണം, ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാനിവിടെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറയണം എന്നുള്ളൊരു കാമം എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളെയും ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്താണ് സ്വാമിജി പറയുന്നത് കേൾക്കണം, അല്ലേ? അല്ലെങ്കിൽ ബെല്ലടിക്കുന്നത് വരെയെങ്കിലും. ബെല്ലടിക്കുമോ കഴിഞ്ഞാൽ? ഇല്ല, ഞാൻ നിർത്തണം. അപ്പൊ സ്വാമി വിടുന്നത് വരെ ഇരുന്നല്ലേ പറ്റൂ എന്നുള്ളൊരു കാമമെങ്കിലും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെയും എൻ്റെയും കാമം കൊണ്ടാണ്, സ്വാമിജിയുടെ കാമം കൊണ്ടാണ്, ഈ ഇതിൻ്റെ ആശ്രമത്തിൻ്റെ നടത്തിപ്പുകാരുടെ കാമം കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലേ? പക്ഷെ അതിൽ നിർബന്ധ ബുദ്ധിയില്ല നമുക്കൊന്നും. വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എണീച്ചു പോവാം, വരാതിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ മതിയാക്കി പോകാം. ഇതെന്ത് കാമമാണിത്? ഇത് ധാർമ്മികമായ കാമമാണ്, സാത്വികമായിട്ടുള്ള കാമമാണ്. ഇതിന് പ്രഷർ ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേണ്ട വയ്ക്കാം, അല്ലേ? വേണമെങ്കിൽ വേണ്ട വയ്ക്കാം. ഇപ്പം നമ്മളൊരു ഇന്ന് ഞാൻ ഇത്ര മാല ജപിക്കും എന്നൊന്ന് നിശ്ചയിക്കും, അതൊരു കാമമാണ്. പക്ഷേ അതിന് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മതിയാക്കും. 10 മാല ജപിക്കാമെന്ന് വിചാരിച്ചിരുന്ന ആള് 2 മാല കഴിയുമ്പോഴേക്കും മതിയായി, വയ്യ, എഴുന്നേൽറ്റു പോകാം. നേരെ മറിച്ച് അതുപോലെയല്ല മറ്റ് കാമങ്ങൾ. നമുക്ക് ഏതെങ്കിലും തീവ്രമായിട്ടുള്ള വിഷയങ്ങളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് അറ്റം വരെ പോയിട്ട് എത്രത്തോളം അത് നമ്മൾ ആഗ്രഹിച്ചുവോ അത് നേടുന്നത് വരെ നമ്മളെ തള്ളിക്കൊണ്ടേയിരിക്കും. അതാണ് വേഗം. അപ്പം ആ വേഗത്തെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതിന് നമ്മുടെ ഈ സങ്കല്പത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന ആ ശക്തി, ആ ഇന്ധനം, അത് കുറയ്ക്കണം. ആ ഇന്ധനത്തിൻ്റെ ശക്തി കുറഞ്ഞാലേ അതിൻ്റെ എന്താ പറയുക, ഫ്ലെയിമിൻ്റെ ശക്തി കുറയുകയുള്ളൂ. അപ്പോൾ ആ വേഗമാണ് ആ ഫ്ലെയിം, ഉള്ളിൽ ഇന്ധനമാണ്, നമ്മുടെ സങ്കല്പം കൊണ്ട് വളർന്നതാണ്. അത് ഈ തമസ്സും രജസ്സുമാണ്. അത് മാറ്റാൻ, തമസ്സ് മാറ്റാൻ ഗുരുവിൽ നിന്നുള്ള ജ്ഞാനവും വേദാന്ത ജ്ഞാനവും, രജസ്സിനെ മാറ്റാൻ നമ്മുടെ കർമ്മയോഗവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു യോഗി എങ്ങനെ ഇരിക്കുന്നു? അവൻ ബാഹ്യ വിഷയങ്ങളെ ആശ്രയിക്കുന്നില്ല എന്നാ പറയണത്. യോ അന്തഃസുഖ അന്തരാരാമ തദ് അന്തർജ്യോതിരേവയ. അപ്പൊ അന്തഃസുഖ എന്ന് പറഞ്ഞാൽ അന്തരാത്മനി സുഖം യസ്യ സ അന്തഃസുഖ. അവനവന്റെ ഉള്ളിൽ തന്നെ സുഖമായിരിക്കുന്നു. വേറെ ഒന്നിനെയും, പുറത്തുള്ള ഒന്നിനെയും തൻ്റെ സുഖത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ സുഖത്തിന് വേണ്ടി മറ്റു വസ്തുക്കളെ ഡിപ്പെൻഡ് ചെയ്യലാണ് നമ്മുടെ സംഘം അഥവാ കാമം. അത് തന്നെയാണ് നമ്മളെ ക്രോധത്തിലേക്കൊക്കെ നയിക്കുന്നത്, വേഗം ഉണ്ടാക്കുന്നത്. നിരന്തരം ശീലിച്ച് ആ വേഗം കൂടി വരികയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ വേഗത്തെ കുറയ്ക്കാനായിട്ട് വിചാരം ചെയ്തത് കൊണ്ട് അവൻ്റെ ഉള്ളിൽ ആ വിഷയങ്ങളിലേക്കുള്ള ആസക്തി ഇല്ല. അവൻ്റെ മനസ്സ്
എന്താണോ തനിക്ക് വന്നു ചേരുന്നത് അതിൽ തൃപ്തനാണ്. യദൃച്ഛാലാഭ സന്തുഷ്ട എന്ന് പറയാം. നമ്മൾ വളർത്തിയെടുക്കേണ്ട ഏറ്റവും നല്ലൊരു ഗുണമാണ്. എന്താണോ നമുക്ക് യാദൃച്ഛികമായി അഥവാ ഈശ്വരേച്ഛയാ വന്നു ചേരുന്നത് അതിൽ എപ്പോഴും കണ്ടന്റഡ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. വരാത്തതിനെ കുറിച്ച് വല്ലാതെ വിഷമിക്കാതെ വിഷാദഗ്രസ്തരാവാതിരിക്കുക. പോയതിനെ, നഷ്ടപ്പെട്ടതിനെ കുറിച്ചും വറി ചെയ്യാതിരിക്കുക. അത് പരിശീലിക്കേണ്ടതാണെന്ന് പറയും. ഈ ലോകത്തിന്റെ സ്വഭാവം ആഗമാപായിനോ അനിത്യാഹ, അല്ലെങ്കിൽ അന്തവന്തഹ, ആദ്യന്തവന്തഹ എന്നൊക്കെ പറഞ്ഞു അനേക പ്രാവശ്യം. അത് നിരന്തരം വിചാരം ചെയ്ത് വരുന്നതിനെ വരാൻ അനുവദിക്കുക, പോകുന്നതിനെ പോകാൻ അനുവദിക്കുക എന്ന് പറയും. ആഗതേ സ്വാഗതം കുര്യാത് ഗച്ഛന്തം ന നിവാരയേത്. അത് അഭ്യസിച്ച് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒരു ബാലൻസിൽ നിർത്തുക. അപ്പൊ അന്തസുഖ അന്തരാത്മനി സുഖം യസ്യ. ഇതൊക്കെ നമുക്ക് വിചാരം ചെയ്യാനായിട്ടാണ് നമുക്ക് ഈശ്വര അനുഗ്രഹം കൊണ്ട് രാത്രി സുഷുപ്തി തന്നിരിക്കുന്നത്, അല്ലേ? എന്നും നമ്മൾ അന്തസുഖം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രിയിൽ സുഖമായി ഉറങ്ങിയെന്നല്ലേ എല്ലാവരും പറയും. എല്ലാവർക്കും ഉറങ്ങാൻ ഇഷ്ടമല്ലേ? ആർക്കെങ്കിലും ഇപ്പോഴും ഉറങ്ങേണ്ടവരുണ്ടാവും വേണമെങ്കിൽ, അല്ലേ? ഞാൻ ഉണരാനൊന്നും പറഞ്ഞില്ലേ. കാരണം എവിടെയാ ഇരിക്കുന്നത്? അവനവനോട് ചേർന്നായിരിക്കണത്. ലോക വിഷയങ്ങളെല്ലാം വിട്ട് ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ഇരിപ്പാണ് ഉറക്കം, സുഷുപ്തി. പക്ഷെ അത് അറിയുന്നില്ല. അവിടെ ആവരണമുണ്ട്, അജ്ഞാനമുണ്ട്. അതിനെ തന്നെ ഒരു മഹാത്മാവ് കണ്ണ് തുറന്നിരിക്കുമ്പോൾ, ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ എന്ത് സുഖം അനുഭവിക്കുന്നുവോ ആ സുഖം ഒരു മഹാത്മാവ് അനുഭവിക്കുന്നു. അതാണ് അവരുടെ എന്താ പറയുക, കണ്ണ് തുറന്നിരിക്കുമ്പോഴും സമാധി. എവിടെയൊക്കെ മനസ്സ് പോയാലും അവർക്ക് സമാധി തന്നെയാണ്. എന്തെല്ലാം കണ്ണുകൊണ്ട് കണ്ടാലും അത് സമാധിയാണ്. എത്രയെത്ര മനോയാതി തത്ര തത്ര സമാധയ എന്ന് പറയും. മനസ്സ് എവിടെ പോയാലും അതിലൊക്കെ എന്താ കാണുന്നത്? ഈശ്വരനെ കാണുന്നത്, അല്ലെങ്കിൽ ആത്മാവിനെയാ കാണുന്നത്. എല്ലാറ്റിലും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നത് കാണുന്നു, ആ പരമകാരണത്തെ കാണുന്നു. അതുകൊണ്ട് അവർക്ക് മനസ്സിൽ വിക്ഷോഭമില്ല, പ്രലോഭനമില്ല, മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അന്തസുഖ അന്തരാത്മനി സുഖം യസ്യ സ അന്തസുഖ തഥാ അന്തരേവ ആത്മനി ആരാമ ആക്രീഡായസ്യ സ അന്തരാരാമ. അപ്രകാരം ആരാണോ തന്നിൽ തന്നെ അന്തരാത്മനി ഏവ ആരാമഹ അഥവാ ആക്രീഡ, ക്രീഡിക്കുന്നത്, തന്നിൽ തന്നെ ക്രീഡിക്കുകയാണ്. വേറെ ലോക വിഷയങ്ങളിലല്ല, അന്യ ബാഹ്യ വിഷയങ്ങളിലല്ല അവര് ക്രീഡിക്കാൻ ആശ്രയിക്കുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ബോറടിച്ചിട്ട് ബാഹ്യ വിഷയങ്ങളെ ആശ്രയിക്കും. ടി വി അല്ലെങ്കിൽ മൊബൈല് അല്ലെങ്കിൽ പല ഗെയിംസ് ഉണ്ട് ഒറ്റയ്ക്ക് കളിക്കാനുള്ളത്, അല്ലേ? സോളിറ്റയർ മുതലായിട്ടുള്ള കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ കളിക്കാവുന്ന അത് എന്തുണ്ട്? അവിടെ എന്തുണ്ട്? ബാഹ്യ ആലംബനമുണ്ട്. അത് ഒറ്റയ്ക്കായിരിക്കണമെങ്കിലും എന്തുണ്ട്? പുറത്തുള്ള വസ്തുവിനെയാണ്. ടി വി കറണ്ട് പോയാലോ ഫ്രസ്ട്രേറ്റഡ് ആവും. 10 ദിവസത്തേക്ക് ടി വി കേടുവന്നാലോ ഇതുപോലെ ഭ്രാന്ത് പിടിക്കും, അല്ലേ? മൊബൈൽ നഷ്ടപ്പെട്ടാലോ, ഹൃദയം പോയാൽ അത്ര വേദനയില്ല. ഇപ്പൊ പലരുടെയും ഹൃദയം മൊബൈലാണ്, അല്ലേ? ഹൃദയം പോയാൽ സങ്കടമില്ല, മാറ്റിവെക്കാം. പക്ഷെ മൊബൈൽ അതിനേക്കാളും വിലപിടിച്ചതാണ്. അതിലാണ് എല്ലാം കിടക്കുന്നത്. നമ്മുടെ ജീവിതമേ അതിലാണ്. അപ്പോൾ അന്തരേവ ആത്മനി ആരാമഹ ആക്രീഡായസ്യ സ അന്തരാരാമഹ തഥാ ഏവ അന്തരാത്മാ ഏവ ജ്യോതിഹി പ്രകാശോ യസ്യ സ അന്തർജ്യോതിഹി ഏവ. അതുപോലെ തന്നെ ആർക്കാണോ അവനവൻ്റെ ആത്മാ തന്നെ പ്രകാശമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെ മനസ്സാണോ ഈ പ്രകാശത്താൽ പ്രതിബിംബിതമായി, അല്ലേ, ഈ അറിവ് കൊണ്ട് ആത്മാവ് ആരുടെ മനസ്സിലാണോ തെളിഞ്ഞ് പ്രകാശിക്കുന്നത്, അവന്റെ മനസ്സും നിവാതസ്ഥ ദീപവത് എന്ന് പറയും, അല്ലേ? കാറ്റടിക്കാത്ത സ്ഥലത്തെ ദീപം പോലെ അവന്റെ മനസ്സും ഇതിന്റെ റിഫ്ലക്ഷനിലാണ്. ഏതിന്റെ? ആത്മസ്വരൂപത്തിന്റെ റിഫ്ലക്ഷൻ. അതാണ് ആത്മജ്യോതി എന്ന് പറയുന്നത്. അന്തർജ്യോതിയേവ. അപ്പൊ യഹ ഈദൃശ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മണി നിർവൃതിം മോക്ഷം ഇഹ ജീവന്നേവ ബ്രഹ്മഭൂത സന് അധിഗച്ഛതി പ്രാപ്നോതി. ആരാണോ ഇപ്രകാരമുള്ളതായിട്ടുള്ള യോഗി, ഈദൃശ യോഗി, അവൻ ബ്രഹ്മണി നിർവൃതിം, ബ്രഹ്മത്തിൽ നിർവൃതി എന്ന് പറഞ്ഞാല് നിറവ്, അവന്റെ വയറ് നിറഞ്ഞ പോലെയാണ്, അല്ലേ? നമ്മളൊക്കെ എങ്ങനെയാണോ വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിർവൃതി ഉണ്ടാകുന്നത്, ഇപ്പൊ വിശക്കാൻ തുടങ്ങിയപ്പോഴും പറഞ്ഞപ്പോ, അല്ലേ?
വിശക്കുമ്പോൾ വിശപ്പിനുള്ളതാണ് എന്ത്? ബാഹ്യ ഭക്ഷണം. നമ്മൾ വയറിന്റെ വിശപ്പിന് എന്ത് തന്നെ വേണം? സ്ഥൂലമായ ഭക്ഷണം തന്നെ വേണം. മനസ്സിന്റെ വിശപ്പിന് അത് മതിയാവുമോ? മനസ്സിന്റെ വിശപ്പ് സൂക്ഷ്മമാണ്. മനസ്സിന്റെ വിശപ്പിനെയാണ് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആഗ്രഹങ്ങൾ നമ്മൾ എങ്ങനെയാ സാധിക്കുന്നത്? മനസ്സിന്റെ വിശപ്പിനെ മാറ്റാൻ നമ്മൾ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും മനസ്സിന്റെ വിശപ്പ് മാറുമോ? കാരണം അതിന് വേണ്ടത് കിട്ടിയിട്ടില്ല. സൂക്ഷ്മത്തിന് സൂക്ഷ്മം തന്നെ വേണം. സൂക്ഷ്മത്തിന് സ്ഥൂലമായിട്ടുള്ള ലോകത്തെ നിറച്ചതുകൊണ്ട് മനസ്സ് നിറയാൻ പോലില്ല. കാരണം മനസ്സിന്റെ വലിപ്പം നമുക്ക് ചിന്തിക്കാനാവില്ല. മനസ്സ് പിന്നെയും പിന്നെയും വലുതായിക്കൊണ്ടിരിക്കും, അല്ലേ? ആശ, മനസ്സിന്റെ സ്വഭാവമാണ് ആശ. ആശ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റമില്ലാത്തത് എന്നാ. ദിക്കുകൾക്ക് ആശ എന്ന് പര്യായമുണ്ട്. 8 ആശ എന്ന് പറഞ്ഞാൽ എന്താ? 8 ദിക്കുകൾ. എന്തുകൊണ്ട് ആശ എന്ന് പറയുന്നതിന്? അവസാനമില്ലാത്തത്. അപ്പൊ അതുപോലെ നമ്മുടെ മനസ്സിന്റെ ആശയ്ക്കും അറ്റമില്ല. അതിങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കും. ഈ ലോകം മുഴുവൻ കിട്ടിയാലും ഇനിയും വേറെ ലോകങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കും. അതാണ് 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതി എന്നൊക്കെ പാടി. അതൊന്നും പോരാ. ഈ ഭൂമി കിട്ടിയാൽ പിന്നെ ചൊവ്വയും വ്യാഴവും വെള്ളിയും, അല്ലേ, എല്ലാം പിടിച്ചടക്കണം, എല്ലാം അകത്താക്കണം. ഇതാണ് മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതൊക്കെ ലോകത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട്ട് ചന്ദ്രനിലോ ശുക്രനിലോ ചൊവ്വയിലോ ഒക്കെ പോയിട്ട് സ്ഥലം വാങ്ങിക്കാനാണ് ഇപ്പോൾ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പോകണം, അതുമൊക്കെ പിടിച്ചടക്കണം, അവിടെയും കൊടി കുത്തണം. അപ്പൊ അത് തീരാൻ പോകുന്നില്ല. മനസ്സിന്റെ ആശയെ നിങ്ങൾ സ്ഥൂല വസ്തുക്കൾ സമ്പാദിച്ചു കൊടുത്തതുകൊണ്ട് അടങ്ങാൻ പോകുന്നില്ല. അത് ഇനിയും വലുതായി കൊണ്ട് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്ന് പറയും. അപ്പൊ മനസ്സിന് സൂക്ഷ്മമായിട്ടാണ് അതിൻ്റെ ആശയം നിറവേറ്റാൻ സാധിക്കുക. അതിന് അറിവാണ് കൊടുക്കേണ്ടത്. ഏതറിവ്? അഹം ബ്രഹ്മാസ്മി എന്ന അറിവ്. നീ എന്ത് കിട്ടിയാലും നിനക്ക് തൃപ്തി ആവാൻ പോകുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വസ്തുവാണ് നീ എന്ന അറിവ്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവ്. ആ അറിവോടുകൂടി അവൻ നിർവൃതിയെ പ്രാപിക്കുന്നു. പിന്നെ അവന് നിറഞ്ഞു കഴിഞ്ഞു. ഇനി പുറത്തുനിന്നുള്ള ഒന്നിനെയും അവൻ അപേക്ഷിക്കുന്നില്ല. അതിനെ തന്നെയാണ് നിർവൃതി എന്ന് പറഞ്ഞത്. ബ്രഹ്മണി നിർവൃതി മോക്ഷം. അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ശമിച്ചു, അവൻ സ്വതന്ത്രനായി എന്നർത്ഥം. ഈ അജ്ഞാനത്തിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് മോക്ഷം. അല്പത്തരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഇഹ ജീവന്നേവ ബ്രഹ്മഭൂതഃ സൻ അധിഗച്ഛതി പ്രാപ്നോതി. അവൻ ഇവിടെ ജീവിച്ചുകൊണ്ട് തന്നെ ബ്രഹ്മഭൂതനായി ബ്രഹ്മമായി ഭവിച്ച് പ്രാപിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ശ്ലോകം തന്നെയാണ് ഇനി വരുന്ന ശ്ലോകങ്ങൾ. അത് ഉച്ചയ്ക്കുള്ള സ്വാമിജി, അല്ലേ, അവർക്കുള്ളതാണ്. അപ്പം നമുക്കൊരു ചെറിയൊരു കഷ്ണം, ഒരു പാർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് തന്നെ വലിയ വിഷയമാണ്. ഞാൻ ആവും പോലെ അവതരിപ്പിച്ചു. വളരെ സന്തോഷം നിങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നതിന്. ഇനിയും വരുന്ന ആചാര്യന്മാരിൽ നിന്നും ഇതുപോലെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ഗ്രഹിക്കുക. അത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ അറിവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കട്ടെ, ശുദ്ധമാക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഈ ജന്മത്തിൽ തന്നെ സർഗത്തെ ജയിക്കാൻ കഴിയട്ടെ, അല്ലേ? ഈ സൃഷ്ടിയെ ജയിക്കാൻ കഴിയട്ടെ, മായയെ ജയിക്കാൻ കഴിയട്ടെ. മായ എന്ന് പറഞ്ഞാൽ നാമരൂപാത്മകമായ പ്രപഞ്ചമാണ്. അതിനെ ജയിക്കാൻ കഴിയട്ടെ, അതിന് ആത്മജ്ഞാനം നേടാൻ കഴിയട്ടെ. അപ്പം അതിനാദ്യം ആവശ്യം കർമ്മയോഗം. ആ കർമ്മയോഗത്തിലൂടെയാണ് ചിത്തശുദ്ധി. ചിത്തശുദ്ധിക്ക് ശേഷം ശമാധി ഷഡ്ക സമ്പത്തിയെല്ലാം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാരിൽ നിന്ന് ജ്ഞാനസമ്പാദനം. ആ ജ്ഞാനമാണ് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. ആ മോക്ഷത്തിൻ്റെ റിസൾട്ടാണ് ആനന്ദം. അപ്പം ആനന്ദമാണ് നമുക്ക് വേണ്ടത്. ആനന്ദത്തിന് വേണ്ട സാധനം മോക്ഷം, മോക്ഷത്തിന് വേണ്ട സാധനം ജ്ഞാനം, ജ്ഞാനത്തിന് വേണ്ട സാധനം ഗുരു ശാസ്ത്രങ്ങളുടെ ശ്രവണം, വിചാരം, അതിന് വേണ്ട സാധനം ചിത്തശുദ്ധി, ചിത്തശുദ്ധിക്കുള്ള സാധനം കർമ്മയോഗം. ഇങ്ങനെ സാധന സാധ്യങ്ങളെ നമ്മൾ അറിഞ്ഞ് ഏതാണ് ഇമ്മീഡിയറ്റ് സാധ്യം? ഇമ്മീഡിയറ്റ് സാധ്യം ചിത്തശുദ്ധി. അപ്പം അതിനുള്ള സാധനം കർമ്മയോഗം. ഇതാണ് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് ക്രമത്തിൽ പറഞ്ഞു തരിക. അതുതന്നെയാണ് ഭഗവാനും ഗീതയിൽ
പറഞ്ഞിരിക്കുന്നത്. വ്യാസൻ അത് വളരെ വിശദമാക്കി നമുക്ക് നൽകിയിരിക്കുന്നു. ആ ഗുരു പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ, ശാസ്ത്ര അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.